കേരള ബാങ്ക് വൈസ് പ്രസിഡന്റ്, CITU വൈസ് പ്രസിഡന്റ് സഖാവ് MK കണ്ണൻ അധ്യക്ഷത വഹിക്കുന്ന 4ാമത്തെ സെഷന് സ്വാഗതം ആശംസിക്കുന്നതിനായി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കേന്ദ്ര നിർവഹണ സമിതി അംഗം ഡോക്ടർ കാവുമ്പായി ബാലകൃഷ്ണനെ ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, 4 മണിക്ക് തുടങ്ങേണ്ട സെഷനാണ് നമ്മളിപ്പോൾ 4:50 തുടങ്ങുന്നത്. 50 മിനിറ്റ് വൈകിട്ടാണ് തുടങ്ങുന്നത്. Ems സ്മൃതിയിലെ ഇന്നത്തെ അവസാനത്തേതും 4ാമത്തേതുമായ സെഷനാണ് ഇവിടെ ആരംഭിക്കാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനാണ് എന്ന് ഇതിൻ്റെ വിഷയം കൊണ്ടും ഇവിടെ സംസാരിക്കുന്നവരുടെ സവിശേഷത കൊണ്ടും നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടാകും. വികസനമാണ് പ്രധാനപ്പെട്ട വിഷയം. നമുക്കൊക്കെ അറിയാവുന്ന ഒരു വികസനത്തിൻ്റെ മുന്നുപാധികൾ ഏറ്റവും പ്രധാനപ്പെട്ട 2 വിദ്യാഭ്യാസവും സാമ്പത്തികവുമാണ്. വികസനം എന്ന് പറഞ്ഞാൽ ഒരു നാടിൻ്റെ മുഖച്ഛായ മാറ്റാനുള്ള പ്രവർത്തനങ്ങളാണ് നമുക്കറിയാം. പക്ഷേ നാടിൻ്റെ മുഖച്ഛായ മാറ്റണമെങ്കിൽ നാട്ടുകാരുടെ മനച്ഛായ ആദ്യം മാറ്റണം എന്ന് പറയാറുണ്ട്. ആ നാട്ടുകാരുടെ മനച്ഛായ മാറ്റാനുള്ള പ്രധാനപ്പെട്ട ഉപാധികളിൽ ഒന്ന് വിദ്യാഭ്യാസമാണ്. അവിടെ വിദ്യാഭ്യാസ മേഖലയിൽ വരുന്ന മാറ്റങ്ങൾക്ക് നാടിൻ്റെ മുഖച്ഛായ മാറ്റുന്നതിൽ നമ്മുടെ നാടിൻ്റെ വികസനം യാഥാർത്ഥ്യമാക്കുന്നതിൽ വലിയൊരു പങ്കുണ്ട്. ആ വികസനവും വിദ്യാഭ്യാസവും എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ടൊരു വിഷയം. മറ്റിതൊക്കെ നടപ്പാക്കണമെങ്കിൽ സാമ്പത്തികം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതില്ലാതെ ഒരു വികസനവും യാഥാർത്ഥ്യമാവില്ല, സാക്ഷാത്കരിക്കാനാവില്ല എന്ന് നമുക്കറിയാം. ഇതും ഇവിടെ ചർച്ച ചെയ്യാണ്. ഈ 2 വിഷയങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ അവതരിപ്പിക്കുന്നത് ആ മേഖലയിലെ ഏറ്റവും കേരളത്തിലെ പ്രാമാണികരായ ആളുകളാണ് എന്നുള്ളതാണ് ഈ സെഷൻ്റെ മറ്റൊരു പ്രത്യേകത. ഞാൻ അധികം സ്വാഗത പ്രസംഗത്തിൽ മറ്റു കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല. ഈ സെഷനിൽ അധ്യക്ഷത വഹിക്കുന്നത് നമുക്ക് തൃശ്ശൂർ സുപരിചിതനായ സഖാവ് MK കണ്ണനാണ്. CITUവിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ്. കേരള ബാങ്കിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. സഖാവിനെ വളരെ സ്നേഹബഹുമാനത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. വിദ്യാഭ്യാസവും കേരള വികസനവും എന്നുള്ള വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് സഖാവ് MA ബേബിയാണ്. പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. മുൻ വിദ്യാഭ്യാസ സാംസ്കാരിക ഉപമന്ത്രിയാണ്. മുൻ വിദ്യാഭ്യാസ സാംസ്കാരിക ഉപമന്ത്രി എന്നുള്ളതല്ല പ്രധാനം, വിദ്യാഭ്യാസ സാംസ്കാരിക പ്രവർത്തകനാണ് എന്ന് പറയുന്നതാണ് കൂടുതൽ ശരിയെന്നാണ് എനിക്ക് തോന്നുന്നത്. വിദഗ്ധന്മാരായ മന്ത്രിമാരുണ്ടാവും, മന്ത്രിമാരായതുകൊണ്ട് വൈദഗ്ധ്യമുള്ളവരുണ്ടാവും. പക്ഷേ നമുക്കറിയാം, സാംസ്കാരിക മേഖലയിലായാലും വിദ്യാഭ്യാസ കാര്യത്തിലായാലും അദ്ദേഹത്തിൻ്റെ താല്പര്യവും അദ്ദേഹത്തിൻ്റെ അവഗാഹവും നമുക്കൊക്കെ ബോധ്യമുണ്ട്. അദ്ദേഹത്തെ സഖാവ് ബേബിയെ വളരെ സ്നേഹത്തോടുകൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അടുത്ത കേന്ദ്ര സംസ്ഥാന ധനബന്ധത്തെക്കുറിച്ച് സംസാരിക്കുന്നത് സഖാവ് KN ബാലഗോപാലാണ്. നമ്മുടെ ധനകാര്യ മന്ത്രി തന്നെയാണ്. CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. പ്രത്യേകിച്ച് വിശേഷണങ്ങളൊന്നും ആവശ്യമില്ലല്ലോ. സഖാവ് ബാലഗോപാലിനെ വളരെ സ്നേഹത്തോടുകൂടി ബഹുമാനത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ധനമേഖലയിലെ പരിഷ്കാരങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് ഇക്കണോമിക് ജേർണലിസ്റ്റിലെ പ്രവർത്തകനായ, ആ മേഖലയിൽ വിദഗ്ധനായ ശ്രീ V ശ്രീധറാണ്. അദ്ദേഹത്തെ ഞാൻ വളരെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുകയാണ്. ഈ സെഷനിൽ നന്ദി രേഖപ്പെടുത്തുന്നത് Ems സ്മൃതിയുടെ സോവനർ കമ്മിറ്റി ചെയർമാനായിട്ടുള്ള സഖാവ് സിയാവുദ്ദീനാണ്. സഖാവിനെയും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് പുറത്തു നിൽക്കുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ അകത്ത് കടന്നിരിക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അധ്യക്ഷ സ്ഥാനത്തേക്ക് സഖാവ് MK കണ്ണനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സഖാക്കളെ, വളരെ കാര്യവും പ്രധാനവുമായ 3 വിഷയങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള സെഷനാണ് ഈ 4ാമത്തെ സെഷൻ. ഇപ്പം അതിന് 1 മണിക്കൂർ വൈകിയിരിക്കുകയാണ്. അതുകൊണ്ട് അധ്യക്ഷൻ എന്ന നിലയ്ക്ക് കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. ആദ്യത്തെ വിഷയം വിദ്യാഭ്യാസവും കേരള വികസനവും എന്ന വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി സഖാവ് MA ബേബിയെ ക്ഷണിക്കും. ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, സംബോധന ചുരുക്കിയത് തന്നെ തുടർന്നിനി അവതരണവും ചുരുക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒരു സൂചന നൽകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വളരെ സമയം നിശ്ചയിച്ചതെല്ലാം തകിടം മറിഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. വിദ്യാഭ്യാസവും വികസനവും എന്നത് ചർച്ച ചെയ്യുമ്പോൾ ആദ്യമായി നാം ഇന്നത്തെ സാഹചര്യത്തിൽ തിരിച്ചറിയേണ്ട ഒരു കാര്യം, വിദ്യാഭ്യാസം ഒരു വാണിജ്യ വസ്തുവായി
മാറ്റപ്പെട്ടിരിക്കുകയാണ് നാം ജീവിക്കുന്ന ലോകത്ത്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ചർച്ചയിൽ വിദ്യാഭ്യാസത്തെ ട്രേഡ് റിലേറ്റഡ് സർവീസസിന്റെ പരിധിയിൽ കൊണ്ടുവന്നുകൊണ്ട് ലോകാടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസത്തെ വാണിജ്യവൽക്കരിക്കാൻ ഉള്ള നീക്കം, അതൊക്കെ നമുക്കറിയുന്നതും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതുമാണ്. ഇത് സാധ്യതപ്രായമാകണമെങ്കിൽ വിദ്യാഭ്യാസത്തിൽ ഭരണ സംവിധാനത്തിൻ്റെ പങ്ക് വെട്ടിക്കുറയ്ക്കണം. ഇപ്പോൾ പുതിയ വിദ്യാഭ്യാസ പദ്ധതി എന്ന വ്യാജ പേരിൽ അവതരിപ്പിക്കപ്പെടുന്ന നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഘട്ടങ്ങളായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ പരിഷ്കാരത്തിൻ്റെ ഒരു കേന്ദ്ര സ്ഥാനം വിദ്യാഭ്യാസത്തിൽ ഗവൺമെന്റ് പങ്കാളിയാവണമെന്ന സങ്കല്പത്തെ ഉപേക്ഷിക്കലാണ്. തൊട്ടുമുമ്പ് ഇവിടെ സംസാരിക്കുമ്പോൾ വിദ്യാഭ്യാസ രംഗത്തുള്ള നമ്മുടെ നേട്ടം, ആരോഗ്യരംഗത്തുള്ള നമ്മുടെ നേട്ടം, അതിനെക്കുറിച്ച് വൈസക്ക് പറഞ്ഞു, നമുക്ക് നമ്മുടേതായൊരു ചരിത്രമുണ്ട് എന്ന് പറഞ്ഞു. നമ്മുടേതായ ചരിത്രത്തിൽ ഏറ്റവും വലിയ നാഴികക്കല്ല് 57-ലെ EMS ഗവൺമെന്റ്, അത് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന, നമ്മൾ പ്രാദേശികവാദം വെച്ച് പറഞ്ഞാൽ ഈ പ്രദേശത്തുകാരനായ ജോസഫ് മുണ്ടശ്ശേരി വഹിച്ച പങ്ക്. അതൊരു നാഴികക്കല്ലാണെങ്കിൽ അതിന് പുറകോട്ട് കിടക്കുന്നുണ്ട് നവോത്ഥാന പ്രസ്ഥാനമുണ്ട്. നാട് വിദ്യാഭ്യാസത്തിൽ എവിടെ നിന്നും സമ്പത്ത് കണ്ടെത്തണമെന്നുള്ള സമീപനം, അതിൽ നിധിരിക്കൽ മാണിക്കത്തനാരുണ്ട്. എന്താ നിധിരിക്കൽ മാണിക്കത്തനാർ പറഞ്ഞത്? പള്ളിയുടെ കയ്യിലുള്ള സ്വർണവും വെള്ളിയും എന്ന് പറഞ്ഞാൽ എന്താ? അത് സ്വർണക്കുരിശും ആരാധനയ്ക്ക് വേണ്ടിയിട്ടുള്ള വസ്തുക്കളുമാണ് ഈ പള്ളിയുടെ കയ്യിലുള്ള സ്വർണവും വെള്ളിയും. അതെല്ലാം ഉരുക്കി വിറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങണമെന്നാണ് നിധിരിക്കൽ മാണിക്കത്തനാർ പറഞ്ഞത്. അപ്പോൾ ഈ പൊൻകുരിശ് തോമ എന്നുള്ള സങ്കല്പം ബഷീറിന് കിട്ടിയത് നിധിരിക്കൽ മാണിക്കത്തനാരിൽ നിന്നാകാം എന്നൊരു സംശയം കൂടെ കൂട്ടത്തിൽ ഞാൻ പറയുകയാണ്. പഞ്ചമിയെ പിടിച്ചുകൊണ്ട് സ്കൂളിലേക്ക് എന്ന അയ്യങ്കാളി ഈ കേരളത്തിന്റെ വിദ്യാഭ്യാസത്തെ, സാമൂഹ്യ നീതിയോടുകൂടിയ വിദ്യാഭ്യാസത്തിന്റെ സൃഷ്ടിയിലെ വലിയൊരു പോരാളിയാണ്. അതിനു മുമ്പ് ബ്രിട്ടീഷ് സായിപ്പ് മൺറോ ഇവിടുത്തെ തിരുവിതാംകൂറിലെ രാജഭരണം നിലനിൽക്കുമ്പോൾ റീജന്റാണെന്നുള്ളത് അതിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. 1817 ഒരു തീരുമാനം എടുത്തു. വിദ്യാഭ്യാസത്തിൽ രാജഭരണവും ഒരു പങ്ക് വഹിക്കണം. എല്ലാ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയല്ല. കാരണം ബ്രിട്ടീഷുകാർക്ക് അവരുടേതായ കാരണങ്ങളാൽ കുറെ ജോലി ചെയ്യാൻ പഠിച്ചവരിവിടെ വേണം. അപ്പൊ ഇങ്ങനൊരു ചരിത്രമുണ്ട്, നവോത്ഥാനത്തിന്റെ ചരിത്രമുണ്ട്. പിന്നീടൊരു ഘട്ടത്തിൽ പ്രൊഫസർ N. കൃഷ്ണപിള്ളയുടെ ജീവചരിത്രം വായിച്ചപ്പോഴാണ് വളരെ കൗതുകരമായ ഒരു കാലഘട്ടത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അദ്ദേഹം എഴുതിയിട്ടുള്ളത്, വിദ്യാഭ്യാസ വകുപ്പിൽ ഒരു ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു ആ കാലത്ത്. എന്താ അദ്ദേഹത്തിന്റെ ജോലി? ഓരോ ഗ്രാമത്തിലും പോയി പഠിക്കേണ്ട പ്രായത്തിലുള്ള കുട്ടികൾ അവിടെ ഉണ്ടോ എന്നല്ലേ അന്വേഷിച്ചിട്ട് 8-10 കുട്ടികളുണ്ടെങ്കിൽ അവരെ പഠിപ്പിക്കാൻ അത്യാവശ്യം വിദ്യാഭ്യാസം കിട്ടിയവർ ആ പരിസരത്തുണ്ടെങ്കിൽ എവിടെങ്കിലും അവരെ പഠിപ്പിക്കാനുള്ള ഒരു സംവിധാനം അങ്ങ് തുടങ്ങുകയാണ്. പ്രൊഫസർ കൃഷ്ണപിള്ള എഴുതിയിട്ടുള്ളത് എന്താണെന്നറിയോ? ഒരു താരതമ്യേന ഒരു ഇടത്തരം സമ്പന്ന കുടുംബമാണ്. അതുകൊണ്ട് എനിക്ക് സ്കൂളിൽ പോകാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ഈ സമ്പ്രദായ പ്രകാരം സ്കൂൾ തുടങ്ങിയത് ഞങ്ങളുടെ വീട്ടിൽ തന്നെയുള്ള ഉമ്മറത്താണ്. അവിടെയാണ് അദ്ദേഹം പഠിച്ചു തുടങ്ങിയത്, N. കൃഷ്ണപിള്ള. അങ്ങനെ ഒരു വിദ്യാഭ്യാസ ഓഫീസർ ചെന്ന് അത് തുടങ്ങിയത് കൊണ്ടാണ് നമ്മൾ ഇന്നറിയുന്ന പ്രൊഫസർ N. കൃഷ്ണപിള്ള സാർ ഉണ്ടായത്. അപ്പൊ ഇങ്ങനൊരു ചരിത്രം കേരളത്തിനുണ്ട്. ആ ചരിത്രമൊക്കെ വേണ്ടെന്ന് വെച്ചുകൊണ്ട് അങ്ങനെ ഗവൺമെന്റ് വിദ്യാഭ്യാസത്തിനൊരു പങ്ക് വഹിക്കേണ്ട, ഇത് കച്ചവട വസ്തുവാണ്. പണം മുടക്കി ലാഭമുണ്ടാക്കാൻ തൽപരർ ഇവിടെ വന്നോളും, ഈ രംഗത്ത് വന്നോളും.
ഇതെല്ലാ സ്ഥലത്തും വന്നിരിക്കുന്നു. ഇത് ഈ നരേന്ദ്രമോദിയുടെ പുതിയ വിദ്യാഭ്യാസ നയത്തിലൂടെ അല്ല, അതിന് മുമ്പ് തന്നെ ഇത് വന്ന് തുടങ്ങി. അതിന് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരുടെ നിന്ന് കിട്ടിയ ഒരു കണക്ക് ഞാൻ പറയാം. 1960കളുടെ മധ്യത്തിൽ കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് വന്നു. ഞങ്ങൾ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരായിരിക്കുമ്പോൾ ഒരുപാട് 60കളുടെ അവസാനവും 70കളുടെ ആദ്യവും സംസാരിച്ചിട്ടുള്ളതാണ് കോത്താരി കമ്മീഷൻ. അതിലൊരു പ്രധാനപ്പെട്ട ശുപാർശ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ GDPയുടെ 6% വിദ്യാഭ്യാസത്തിന് നീക്കിവെക്കണമെന്നാണ്. 2013-14 മുതൽ 2018-19 വരെയുള്ള കണക്കിൻ്റെ അടുത്തുണ്ട്. GDPയുടെ 6% നീക്കിവെക്കണം എന്ന് 60കളുടെ മധ്യത്തിൽ കോത്താരി കമ്മീഷൻ പറഞ്ഞെങ്കിൽ 2013-14 നീക്കിവെച്ചത് 0.71%. 1% പോലും ഇല്ല. എന്നാൽ ഓരോ വർഷത്തെയും കണക്കുണ്ടെങ്കിലും ഫാസ്റ്റ് ഫോർവേഡ് 2018-19 എത്തുമ്പോൾ അത് 0.45% ആവുകയാണ്. അല്പം പോലും വർദ്ധിക്കുന്നില്ല. ഉണ്ടായിരുന്നത് നിലനിൽക്കുന്നില്ല. GDPയിൽ നിന്നുള്ള നിക്ഷേപം പകുതിയായി കുറയുന്നു. ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടതുകൊണ്ട് നമ്മുടെ സെൻട്രൽ ബഡ്ജറ്റിന്റെ 4.77% 2013-14. 2018-19 ആയപ്പോൾ അത് 3.48 1%-ലധികം 1.3% കണ്ട് കുറഞ്ഞിരിക്കുന്നു വിദ്യാഭ്യാസ മേഖലയിലുള്ള നിക്ഷേപം. ഇപ്പൊ ഈ പുതിയ വിദ്യാഭ്യാസ പദ്ധതിയിൽ ഒറ്റനോട്ടത്തിൽ കാണുമ്പോൾ ചില ഭാഗം ആകർഷണീയമാണെന്ന് പോലും തോന്നാം. അതാണ് ഇതിനകത്ത് വഞ്ചന. പുഞ്ചിരി കുലീനമാം കള്ളം നെഞ്ചുകീറി ഞാൻ നേരിനെ കാട്ടാം എന്നൊക്കെ എറണാകുളത്താണ് ജനിച്ചതെങ്കിലും ഈ തൃശ്ശൂർ ദേവസ്വം ബോർഡിനടുത്ത് താമസിച്ച കവി എഴുതിയിട്ടുണ്ട്. ഇവർ വശ്യമായ വിധത്തിൽ പലതും അവതരിപ്പിക്കുന്നു. ഒന്നെന്താ, 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളെയും ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി കൊണ്ടുവരികയാണ്. ഇതനുസരിച്ച് വളരെ ആകർഷണീയമാണ്. നിങ്ങൾക്ക് ആർക്കും ആകർഷണീയമല്ലെങ്കിൽ പോലും എനിക്കത് ആകർഷണീയമാണ്. കാരണം 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ എന്ന് പറഞ്ഞാൽ ബേബീസാണ്, കുഞ്ഞുങ്ങളാണ്. അപ്പം ഒരു ബേബിയായി എനിക്ക് വളരെയധികം സന്തോഷം ഉണ്ടാവും. നമ്മുടെ കാര്യങ്ങളെല്ലാം ഇവർ പരിഗണിക്കുന്നല്ലോ. എന്നാൽ ഇതിന് ഇരിപ്പുണ്ടോ? ഇതിനുള്ള പണം എവിടെയാണ്? ഈ സോക്കോൾ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി മോഡിയുടെ പദ്ധതിയിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങളുടെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ആ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള വർഗീയവൽക്കരണം, സെൻട്രലൈസേഷൻ, കമേഴ്സ്യലൈസേഷൻ, 3 C ആണ് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ. അതിൻ്റെ എല്ലാം വിശദാംശങ്ങൾ കാണാൻ കഴിയും. പക്ഷെ ഒറ്റ നോട്ടത്തിൽ വളരെ ആകർഷണീയമാണ് തോന്നുന്ന പലതും ഇതിനകത്തുണ്ട്. മാതൃഭാഷയിലൂടെയുള്ള വിദ്യാഭ്യാസം, 9ാം തരം മുതൽ തൊഴിൽ പരിശീലനം കൂടി നൽകുക, കോളേജ് വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുന്നത് എന്താ? 4 വർഷത്തെ ഇന്റഗ്രേറ്റഡ് കോഴ്സ്. ഇതിന്റെ ആശയം അതിന്റെ ഭാഗമായി തന്നെ വരികയാണ്. കുറച്ചുപേർ ആദ്യത്തെ വർഷം തന്നെ പോയിക്കോ, 1 വർഷം പഠിച്ചിട്ട് പോകുമ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് തരും. ബാക്കി കുറച്ചുപേർ 2ാമത്തെ വർഷം പഠിച്ചിട്ട് പഠിത്തം അവസാനിപ്പിച്ചോ, അവർക്കൊരു ഡിപ്ലോമ കൊടുക്കും. 3 വർഷം വരെ പഠിച്ചിട്ട് നിങ്ങൾക്ക് ഡിഗ്രി തരും. 4 വർഷം വരെ പഠിച്ചവര് കുറച്ചൊരു ഗവേഷണം കൂടി നടത്തി എന്നുള്ളതിന് ഉള്ളൊരു സർട്ടിഫിക്കറ്റ് തരും. കൂട്ടത്തിൽ പറയുന്നു, ഇങ്ങനെ 1 വർഷം പഠിച്ചിട്ട് പോകുന്ന സർട്ടിഫിക്കറ്റ് വാങ്ങി പോകുന്നവർക്ക് തിരിച്ചു വരാം. പിന്നീട് എവിടെയാ തിരിച്ചു വരിക? അപ്പോൾ വളരെ അപകടകരമായ വർഗീയ അജണ്ട ഉൾക്കൊള്ളുന്ന, ആ വർഗീയ അജണ്ട ഉൾക്കൊള്ളുന്ന അഖിലേന്ത്യാ പദ്ധതി ഉണ്ടാവുമ്പോൾ സംസ്ഥാനങ്ങളിൽ പാഠപുസ്തകങ്ങൾ തിരുത്തിയെഴുതിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ടയൽ സംസ്ഥാനമായ കർണാടകയിൽ ഭഗത് സിംഗുമായി ബന്ധപ്പെട്ട പാഠഭാഗങ്ങൾ മാറ്റിയിട്ട് ആരാണ്? ഹെഗ്ഡവാർ വന്നിരിക്കുന്നു. ആ നിലയനുസരിച്ചായിരുന്നേ മഹാത്മാഗാന്ധിയെ കുറിച്ചുള്ളത് മാറ്റിയിട്ട് ഗോഡ്സെയെ കുറിച്ചാണ് വരേണ്ടത്. അതവർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, തീരുമാനിച്ചിട്ടില്ല. പക്ഷെ ഹെഗ്ഡവാറും ഗോൾവക്കറും സവർക്കറും ഒക്കെ വന്നു കഴിഞ്ഞു. സവർക്കർ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ നിന്ന് അടിത്തളത്തിൽ വന്നു കഴിഞ്ഞു.
ഇത് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. പാർലമെന്റ് നടുത്തളത്തിൽ സവർക്കറെ കൊണ്ടുവെക്കുന്ന ഒരു പൊതുജന വിദ്യാഭ്യാസമാണ് കോട്ട് ആൻഡ് കോട്ട്. ഇത് സംഭവിക്കുന്നു എന്നുള്ളതാണ് അഖിലേന്ത്യാ തലത്തിൽ സംഭവിക്കുന്നത്. അപ്പം ഇത് ചുരുക്കി പറഞ്ഞാൽ ഗവൺമെന്റ് വിദ്യാഭ്യാസത്തിൽ നിന്ന് പിന്മാറുന്നു, അത് സ്വകാര്യ വ്യക്തികൾക്ക് ലാഭമുണ്ടാക്കാനുള്ള ഒരു മേഖലയാക്കി മാറ്റുന്നു. ഇതിവിടെ മാത്രമല്ല കേട്ടോ, പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത് ഞാൻ പറയുകയാണ്. ബോധധാര സങ്കേതമനുസരിച്ച് യാത്രക്കിടയിൽ പുറത്തുപോയി വരുമ്പോൾ ലണ്ടനിൽ ചേഞ്ച് ഓവറിനടുത്ത് ലണ്ടൻ ടൈംസ് കിട്ടി. വളരെ പ്രസിദ്ധമായ പത്രമാണ്. അതിലെ ഒരു റിപ്പോർട്ട് വായിച്ച് ഞാൻ എങ്ങനെ പ്രതികരിക്കണമെന്നറിയാൻ സ്തംഭിച്ചിരുന്നു പോയി. വലിയ പണം കൊടുത്താൽ മാത്രമേ പഠിക്കാൻ കഴിയൂ എന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു വിദേശ രാജ്യങ്ങൾ മുഴുവൻ. സ്വാശ്രയ രീതി, സ്വാശ്രയം കോട്ട് ആൻഡ് കോട്ട്. സ്വാതന്ത്ര്യ സമരകാലത്ത് സ്വാശ്രയം എന്ന് പറഞ്ഞാൽ വേറൊരു അർത്ഥമായിരുന്നു. ലണ്ടനിൽ ഒരു സംഘടന നടത്തിയ സൂക്ഷ്മ പഠനത്തിൽ വെളിപ്പെട്ട കാര്യം, UK-യിലെ, ഇംഗ്ലണ്ടിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കാൻ ഫീസ് കൊടുക്കാൻ പണം കണ്ടെത്താൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ 100,000 പറഞ്ഞാൽ 1,00,000 1,00,000 കോളേജിൽ പഠിക്കേണ്ട പ്രായത്തിൽപ്പെട്ട ആൺകുട്ടികളും പെൺകുട്ടികളും അവരുടെ ശരീരം വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു എന്നാണ്. അതുകൊണ്ടാണ് അത് വായിച്ചിട്ട് ഞാൻ തരിച്ചിരുന്നു പോയി എന്ന് പറയുന്നത്. UK-യിലെ സ്ഥിതിവിശേഷമാണ്. ഇപ്പോൾ ധനകാര്യമന്ത്രിയായിട്ടുള്ള സഖാവ് ബാലഗോപാലിൻ്റെ എല്ലാം മുമ്പിൽ പല കുട്ടികളുടെ അപേക്ഷ വരുന്നുണ്ട്. എന്താണ്, എനിക്ക് അവിടെ പഠിക്കാനൊരു സ്കോളർഷിപ്പ് കിട്ടി, അതിന് സാമ്പത്തിക സഹായം വേണം. എത്ര രൂപ സാമ്പത്തിക സഹായം? 34 ലക്ഷം രൂപ. സ്വാശ്രയ ഫീസാണ്. സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞിട്ടാണ് ഇവരിത് അവതരിപ്പിക്കുന്നത്. അതാണ് ഈ വ്യാജമായ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ജീവിക്കുന്ന ഈ വാണിജ്യവൽക്കരിക്കപ്പെട്ട ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ. എന്നെ പലരും സമീപിക്കുന്നുണ്ട്, മുൻ വിദ്യാഭ്യാസ മന്ത്രിയാണ് എന്നുള്ളത് അറിയാതെ, ഒരുപക്ഷെ അറിഞ്ഞിട്ട്, ഇതൊന്നും പറഞ്ഞ് സ്കോളർഷിപ്പ് കിട്ടിയതാണ് എനിക്ക്. UK-യിലെ ഇത് പലതും ടീച്ചിങ് ഷോപ്പുകളാണ്. UK-യിലും ഓസ്ട്രേലിയയിലും അടക്കം ഇപ്പോൾ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ലോകത്തിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു. എന്താ സഖാവേ അങ്ങനെ മാറിയിട്ടുണ്ട്? പക്ഷെ നമ്മൾ ഇന്ത്യ എങ്ങനെ ആയെന്നാണോ സഖാവ് പറയുന്നത് എന്ന് നിങ്ങൾ ചിലർ ചോദിക്കുന്നുണ്ടാവും, എനിക്കറിയാം. നമ്മൾ പലതും മറക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, കുറെ നാൾ മുമ്പ് 12 15 വേൾഡ് ക്ലാസ് യൂണിവേഴ്സിറ്റി, എത്രയായിരുന്നു? 12 ഒരു ഡസനല്ലേ? വാട്ട് വാസ് ദ പ്രപ്പോസൽ? വേൾഡ് ക്ലാസ് യൂണിവേഴ്സിറ്റീസ് മോഡി സ്റ്റാർട്ടഡ് 12 or 15. എനിവേ, എണ്ണം പ്രസക്തമല്ല. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓർക്കുന്നുണ്ട്. ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ആ വിദഗ്ധ സമിതി ഒരു പട്ടിക തയ്യാറാക്കി. അതിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ഉണ്ട്, 2 IIT-കളുണ്ട്. അങ്ങനെ വന്നിട്ട് പിന്നൊന്നെന്താണ്, സാക്ഷാൽ അംബാനി തുടങ്ങുന്ന അംബാനിയുടെ യൂണിവേഴ്സിറ്റി. അങ്ങനെ പറഞ്ഞാലേ അതിനകത്ത് അത് അവതരണം ശരിയാകുള്ളൂ. അപ്പൊ ഈ അംബാനിയുടെ യൂണിവേഴ്സിറ്റിയും വേൾഡ് ക്ലാസ് യൂണിവേഴ്സിറ്റിയായി സെലക്ട് ചെയ്തിരിക്കുന്നു മോഡി നിയോഗിച്ച കമ്മിറ്റി, കേന്ദ്ര ഗവൺമെന്റിന്റെ കമ്മിറ്റി. അപ്പം നമ്മൾ അന്വേഷിക്കാൻ തുടങ്ങി, എവിടെയാണ് ഈ അംബാനിയുടെ വേൾഡ് ക്ലാസ് യൂണിവേഴ്സിറ്റി? അംബാനിയുടെ ഭാവനയിലേ അതുണ്ടായിട്ടുള്ളൂ. ഇപ്പം യൂണിവേഴ്സിറ്റിക്ക് ഒരു കല്ല് പോലും എടുത്തു വെച്ചിട്ടില്ല, 50 സെന്റ് സ്ഥലം പോലും അക്വയർ ചെയ്തിട്ടില്ല. അംബാനി തുടങ്ങാൻ പോകുന്ന സ്വകാര്യ സർവകലാശാല മോഡി ഭരണത്തിന് കീഴിലുള്ള, അല്ലേ? നമ്മൾ അന്ന് കുറച്ചു കാലം ചർച്ച ചെയ്തു, എന്നിട്ട് നമ്മൾ മറന്നുപോവുകയും ചെയ്തു. ഈ ക്രോണി ക്യാപിറ്റലിസത്തിന് ശിങ്കടി മുതലാളിത്തം എന്നാണോ എനിക്ക് തോന്നുന്നത്, കൂട്ടിക്കൊടുപ്പ് മുതലാളിത്തം എന്ന് പറയുന്നതാകും കുറച്ചും കൂടെ അതിൻ്റെ പ്രവർത്തന സ്വഭാവത്തിൻ്റെ ഒരു വ്യക്തത കിട്ടുക എന്ന് എനിക്ക് തോന്നുന്നു. ആ നിലയിൽ വിദ്യാഭ്യാസ രംഗം ഇന്ന് കച്ചവടവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല,
ഇങ്ങനെ തുടങ്ങുന്ന പല സ്വകാര്യ സർവകലാശാലകളിലേക്കും പോകാൻ നമുക്കൊക്കെ പരിചയമുള്ള പൊതുവിൽ മതേതര ജനാധിപത്യ നിലപാടുകളെല്ലാം എടുത്തു പോതിരുന്ന ചില പ്രൊഫസർമാരും റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം സർവകലാശാലകളിലേക്ക് പോവുകയാണ്. യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു സർഗാത്മക പ്രവർത്തനമാണ്. മനുഷ്യനെ രൂപപ്പെടുത്തുകയാണ് വിദ്യാഭ്യാസത്തിലൂടെ. മനുഷ്യരെ രൂപപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തെ രൂപപ്പെടുത്തുകയാണ്. മനുഷ്യരെ രൂപപ്പെടുത്താനും സമൂഹത്തെ രൂപപ്പെടുത്താനും ശാസ്ത്രീയവും സാമൂഹ്യനീതി കാസൂക്ഷിക്കുന്നതുമായ ആധുനികമായ ഒരു വിദ്യാഭ്യാസം വേണം. ആ വിദ്യാഭ്യാസം സ്വീകരിക്കാൻ ശാരീരികമായും മാനസികമായും ആരോഗ്യമുള്ള ഒരു തലമുറയും വേണം. കുഞ്ഞുനാൾ മുതൽ പോരാ, ആ കുഞ്ഞിനെ ഗർഭം ധരിക്കുന്ന അമ്മയുടെ ആരോഗ്യവും പ്രശ്നമാണ്, അമ്മയുടെ ബുദ്ധിപരമായ സ്വസ്ഥതയും പ്രശ്നമാണ്. അങ്ങനെയാണ് അതിനെ കാണേണ്ടത്. അതല്ല ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ ഇനി പോകേണ്ടതില്ല. എന്താണ് കേരളത്തിന്റെ ബദൽ? അതാണ് ഇവിടെ പ്രസക്തം. എങ്ങനെയാണ് വളരെ അപകടകരമായ തരത്തിൽ വിദ്യാഭ്യാസ മേഖലയെ വാണിജ്യവൽക്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, വർഗീയവൽക്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഓവർ സെൻട്രലൈസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, ആ ഓവർ സെൻട്രലൈസേഷനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല, ഒന്ന് സ്പർശിക്കാം. ഭരണഘടനാ നിർമ്മാതാക്കൾ സംസ്ഥാന വിഷയമായിട്ടാണ് വിദ്യാഭ്യാസത്തെ കണ്ടത്. ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥക്കാലത്തെ സ്വേച്ഛാധിപത്യ ദാരുണാനുഭവങ്ങളുടെ ഭാഗമായി അന്നത്തെ 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തെ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത്. കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉഭയപട്ടിക എന്നൊക്കെ പറയും. സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും അധികാരമുള്ള പട്ടിക എന്ന് പറയും. പക്ഷേ സംസ്ഥാനവും കേന്ദ്രവും തമ്മിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ വ്യത്യസ്തത വന്നാൽ കേന്ദ്രത്തിൻ്റെതാണ് പ്രാബല്യത്തിലാവുക എന്നുള്ളത് കൊണ്ട് ഫലത്തിൽ അത് കേന്ദ്ര പട്ടികയാണ്. കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ടതിലെല്ലാം കേന്ദ്രത്തിന് കൈയടത്താൻ കഴിയും. അപ്പൊ അങ്ങനെയുള്ള കേന്ദ്രീകരണമാണ് നടന്നു വന്നിരുന്നതെങ്കിൽ മോഡി വന്നതോടുകൂടി സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിമാരുടെ സമ്മേളനങ്ങൾ പോലും ഒരു ഉപചാരത്തിന് വിളിച്ചു കൂട്ടുന്നില്ല. അതാണ്, പേരിന് പോലും ഇല്ല. സംസ്ഥാനങ്ങൾ എന്ന് പറയുന്ന ഒരു ഭരണ സംവിധാനം ഉണ്ടെന്ന് അംഗീകരിക്കാൻ ഇതല്ല. അങ്ങനെ അമിത കേന്ദ്രീകരണവും അതുപോലെ തന്നെ വർഗീയവൽക്കരണവും വ്യാപാരവൽക്കരണവും നടക്കുമ്പോൾ, ഇന്ത്യയിലാകെ ഇത് നടക്കുമ്പോൾ, ഇതൊരു നയമായിട്ട് ഇന്ത്യയുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുമ്പോൾ ഒരു സംസ്ഥാനത്തിന് ഒരുപാട് പരിമിതികളുണ്ട്. ആ പരിമിതിക്കുള്ളിൽ നിന്നിട്ടേ സംസ്ഥാനങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റൂ. പക്ഷെ ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് സംസ്ഥാനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 57 മുതൽ എന്ന് പറഞ്ഞുകൂടാ, യഥാർത്ഥത്തിൽ ചരിത്രപരമായ നീതി പുലർത്തണമെങ്കിൽ ഇടതുപക്ഷം നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസത്തിൽ ആദ്യം ഇടപെടുന്നത്, ക്രിയാത്മകമായി ഇടപെടുന്നത് മലബാർ ജില്ലാ വിദ്യാഭ്യാസ ബോർഡ് പ്രവർത്തിക്കുമ്പോഴാണ്. PT ഭാസ്കര പണിക്കരിയെ നമ്മൾ ഓർക്കണം, ജോസഫ് ഉണ്ടശ്ശേരി മാഷിനെ ഓർക്കുന്നത് പോലെ, EMSനെ ഓർക്കുന്നത് പോലെ. മദ്രാസ് ഡിസ്ട്രിക്ട് ബോർഡിൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് വിദ്യാഭ്യാസം തുടങ്ങി കുറെ കാര്യങ്ങളിൽ മലബാർ ഡിസ്ട്രിക്ട് ബോർഡിന്, കോഴിക്കോട് ആസ്ഥാനമായിട്ടുള്ള പഴയ മലബാർ ഡിസ്ട്രിക്ട് ബോർഡിന് അധികാരം ഉണ്ടായിരുന്നപ്പോഴാണ് മലബാറിൽ സ്കൂൾ വിദ്യാഭ്യാസം വ്യാപിപ്പിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഇടപെടലുകൾ ഉണ്ടായത്. ആ കാലം മുതലുള്ള ശ്രമങ്ങൾ, അതിൽ മുണ്ടശ്ശേരി മാഷ്ട കാലത്ത് നടത്തിയ ഇടപെടലുകൾ, അധ്യാപകര് സ്കൂൾ മാനേജർമാരുടെ കൂലിവേലക്കാരും അടിമപ്പണിക്കാരുമായിരുന്നു. ബാക്കി സമയത്ത് അവർ പറയുമ്പോൾ പഠിപ്പിക്കാൻ പോവാം, ബാക്കി സമയത്ത് വീട്ടിൽ നിന്ന് പണിയെടുക്കണം മാനേജർമാരുടെ. അതായിരുന്നു സ്ഥിതി. അതെല്ലാം മാറി. ആ ചരിത്രത്തിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അതിനുശേഷം 10ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം സൗജന്യമാക്കിയത്, ഭൂപരിഷ്കരണ വിദ്യാഭ്യാസത്തിൽ നടത്തിയ ഇടപെടലുണ്ട്. ആ ഭൂപരിഷ്കരണ വിദ്യാഭ്യാസത്തിൽ എങ്ങനെ ഭൂപരിഷ്കരണത്തിന്, വിദ്യാഭ്യാസ വ്യാപനത്തിൽ, വിദ്യാഭ്യാസത്തിന്റെ ജനാധിപത്യവൽക്കരണത്തിൽ എങ്ങനെ ഇടപെടാൻ പറ്റുമെന്ന് അറിയാൻ ഒരു സിനിമ കണ്ടാലും മതി.
അത് മലയാള സിനിമയുമല്ല. ആ സിനിമയുടെ പേര് ട്രീ ഓഫ് ദ വുഡൻ ക്ലോക്സ് എന്നാണ്. സത്യജിത്രയുമായി ചലച്ചിത്ര നിർമ്മാണത്തിൽ വലിയ സാമ്യമുള്ള, അവർ പരസ്പരം സ്വാധീനിച്ചിട്ടുണ്ടെന്നൊക്കെയുള്ള സിദ്ധാന്തമുണ്ട്. ഇറ്റാലിയൻ സംവിധായകനാണ്, ഓൽമി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഈ സിനിമ കാണാൻ യാദൃച്ഛികമായി എനിക്കൊരു അവസരം കിട്ടി. മരച്ചെരിപ്പുണ്ടാക്കുന്ന മരം എന്ന് വേണമെങ്കിൽ പരിഭാഷപ്പെടുത്താം. വുഡൻ ക്ലോക്സ് എന്ന് പറഞ്ഞാൽ മരം കൊണ്ടുള്ള ചെരിപ്പാണ്. ഇറ്റലിയിലെ ഒരു ഗ്രാമത്തിലെ ഒരു കുടികിടപ്പുകാരന്റെ ജീവിതമാണ് അതിൽ പറയുന്നത്. കഥ ഞാൻ ദീർഘിപ്പിച്ച് പറയുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. ആ സിനിമയുടെ ഹൃദയം എന്താണ്? തൻ്റെ കൊച്ചുകുട്ടി സ്കൂളിൽ പോകേണ്ട പ്രായമായപ്പോ അവനെ സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കാമോ എന്നെല്ലാം ആ കുട്ടിയുടെ അച്ഛൻ ആരോടാ ചോദിക്കുന്നത്? വികാരിയോടാണ് ചോദിക്കേണ്ടത്. കാര്യം അവിടെ സഭയുടെ സ്വാധീനമാണ്. വികാരിയോട് പോയി ചോദിക്കുന്നു, ഇങ്ങനെ പള്ളിക്കൂടത്തിൽ അയക്കേണ്ട പ്രായമായി എൻ്റെ മോനെ പഠിപ്പിച്ചോട്ടെ എന്ന് ചോദിക്കുന്നു. വികാരി അച്ഛൻ അനുമതി കൊടുക്കുന്നു. നിന്റെ മകനെ നീ പഠിപ്പിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിച്ചു വിടുന്നു. അപ്പൊ സ്കൂളിൽ കുറേ ദൂരം നടന്നു പോകണം, ചെളിയൊക്കെയുള്ള വഴി കൂടെ നടന്നു പോകണം. അപ്പൊ സ്കൂളിൽ ചെരുപ്പിട്ടിട്ട് പോകാൻ പാടുള്ളൂ. അപ്പൊ ഒരു മരത്തടി കൊണ്ടുള്ളൊരു ചെരുപ്പുണ്ട്, മോനെ ഇത് സൂക്ഷിച്ചോണം എന്ന് പറഞ്ഞിട്ട് അവനെ അയക്കുന്നു. കളിക്കുന്നതിനിടയ്ക്ക് ചെരുപ്പ് നഷ്ടമായി. അപ്പൊ അടുത്ത ദിവസം സ്കൂളിൽ പോകണമെങ്കിൽ ചെരുപ്പുണ്ടാവണം. അപ്പൊ ഈ കുടികിടപ്പുകാരൻ അയാളുടെ പറമ്പിൽ ഈ മരച്ചെരിപ്പുണ്ടാക്കാൻ പറ്റുന്ന തടിയുള്ള ഒരു മരം നിപ്പുണ്ട്. അയാളെ തന്നെ നട്ടു വളർത്തിയ ചെടിയാണത്, മരമാണ്. പക്ഷേ ആ മരത്തിന്റെ ഭാഗം മുറിച്ച് മരച്ചെരിപ്പുണ്ടാക്കാൻ താൻ തുനിഞ്ഞു. അതറിഞ്ഞാൽ സ്ഥലമുടമ, ഭൂവുടമ, ജന്മി എന്ത് ചെയ്യുമെന്ന് ഇയാൾക്കറിയാം. പേടിയുണ്ട് ജന്മിയെ. അപ്പൊ അതുകൊണ്ട് അയാള് അതിന്റെ അംശങ്ങളെല്ലാം അവിടുന്ന് പറക്കിക്കളഞ്ഞ് രാത്രി ഇരുന്ന് ഈ ചെരുപ്പുണ്ടാക്കി കൊടുക്കും. ആ സിനിമയുടെ ഒരു അംശവും നിങ്ങൾക്ക് എൻ്റെ ഈ വളരെ വിരസമായ അവതരണത്തിൽ നിന്ന് കിട്ടില്ല എന്ന് എനിക്കറിയാം. പക്ഷെ ജന്മി ഇത് കണ്ടുപിടിക്കുന്നു. അയാള് നട്ടു വളർത്തിയതായിരിക്കും. നമ്മുടെ വാഴക്കുലയൊക്കെ നമുക്ക് ഓർമ്മ വരും, ചങ്ങമ്പുഴയുടെ മലയപ്പുലയന മാടത്തൻ മുറ്റത്ത് മഴ വന്ന നാളൊരു വാഴ നട്ടു എന്നുള്ളത്. അതെല്ലാം നമ്മൾ ഈ സിനിമ കാണുമ്പോൾ നമ്മൾ ഓർത്തുപോകും. അയാളെ അവിടെ ഇറക്കി വിടുകയാണ്, സ്ഥലം കാലിയായിക്കുമെന്ന് പറയുകയാണ്. പഠിത്തം മുടങ്ങി. ഈ മരച്ചെരിപ്പ് അവിടുത്തെ ഒരു മരം മുറിച്ചുണ്ടാക്കിയതിന്റെ പേരിൽ ജന്മി ഇറക്കി വിട്ടതുകൊണ്ട് അവർ വിദൂരതയിലേക്ക് ഒരു കാളവണ്ടിയിൽ ചട്ടിയും കലവും എല്ലാം പറക്കി ഈ കുടുംബം വിദൂരതയിലേക്ക് മറയുന്ന ഒരു രംഗത്തോടുകൂടി ആ സിനിമ അവസാനിക്കുകയാണ്. അപ്പൊ വിദ്യാഭ്യാസത്തെ ഭൗതിക ജീവിത സാഹചര്യങ്ങൾ ചവിട്ടു നിൽക്കാൻ ഒരു പിടി മണ്ണ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെ സ്വാധീനിക്കും എന്ന് ഈ സിനിമ വിദ്യാഭ്യാസത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ ഈ സിനിമയും എൻ്റെ മനസ്സിലേക്ക് കടന്നു വരും. അവിടെയാണ് കേരളത്തിൽ EMS സർക്കാർ, ഒന്നാം സർക്കാർ കൊണ്ടുവന്ന ഭൂപരിഷ്കരണവും വിദ്യാഭ്യാസ പരിഷ്കാരവും രണ്ടും പരസ്പരം പ്രവർത്തിച്ചിട്ടുണ്ട്, പ്രതിപ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പൊ ചില സാമ്പത്തിക വിദഗ്ധന്മാരൊക്കെ പറയും, നല്ല സാമ്പത്തിക വിദഗ്ധന്മാരാണ്, നിങ്ങൾക്ക് മണി ഓർഡർ എക്കോണമി അല്ലേ. ആ മണി ഓർഡർ എക്കോണമി എങ്ങനെ ഉണ്ടായി? ഈ ഭൂപരിഷ്കരണത്തിൽ നിന്നും വിദ്യാഭ്യാസ പരിഷ്കരണത്തിൽ നിന്നും ഉണ്ടായത്. പലരും തങ്ങൾക്ക് കിട്ടിയ 10 സെന്റ് ഭൂമി പണയം വെച്ചിട്ടാണ് പാസ്പോർട്ട് എടുക്കാനും പ്രാഥമിക വിദ്യാഭ്യാസം നേടാനും പുറത്തേക്ക് പോകാനുള്ള വണ്ടിക്കൂലി ഉണ്ടാക്കാനും ഒരുമ്പെട്ടത്. വിശദീകരിക്കുന്നില്ല, ഞാൻ അത്രയും മാത്രം പറഞ്ഞു വിടുകയാണ്. അങ്ങനെ രൂപപ്പെട്ടു വന്ന വിദ്യാഭ്യാസം ഇന്ന് പല പടവുകൾ ഉണ്ടായി. സൗജന്യം വിദ്യാഭ്യാസം 10ാം ക്ലാസ് വരെ സൗജന്യമാക്കിയത് 57 EMS ഗവൺമെന്റ് തുടങ്ങിയ വിദ്യാഭ്യാസം സൗജന്യമാക്കുന്ന നയസമീപനം 67 EMS ഗവൺമെന്റ് തുടർന്നു. പിന്നീട് വന്ന ഇടതുപക്ഷ നേതൃത്വത്തിലുള്ള ഗവൺമെന്റുകളും ആ നയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. ഇപ്പോ കഴിഞ്ഞ 2 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റുകൾ വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കാൻ വേണ്ടി നടത്തിയ ഇടപെടലുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 12ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം ജില്ലാ പഞ്ചായത്തുകളെ ഏൽപ്പിച്ചതാണ്. അധികാര വികേന്ദ്രീകരണം, ജനകീയാസൂത്രണം ജില്ലാ പഞ്ചായത്തുകളെ ഏൽപ്പിച്ചപ്പോ
ജില്ലാ ഗവൺമെന്റുകൾ ഇത് ഓണപ്പ് ചെയ്യുന്ന സ്ഥിതി വന്നു. നമ്മുടെ തന്നെ ഈ സ്കൂളുകൾ, എത്ര ജില്ലാ പഞ്ചായത്തുകൾ ആ ജില്ലയിലെ വിദ്യാഭ്യാസത്തെ ശക്തിപ്പെടുത്താൻ, ഗുണമേന്മ വർദ്ധിപ്പിക്കാനുള്ള ഇടപെടലുകൾ നടത്തി. 2006, 2011 ഗവൺമെന്റിന്റെ കാലത്ത് SLC ഫലം പ്രഖ്യാപിക്കുമ്പോൾ കുറെ സ്കൂളുകൾ, 100-ലധികം സ്കൂളുകൾ 33-ൽ താഴെയുള്ളൂ വിജയശതമാനം. പറഞ്ഞാൽ ഉപരിവിദ്യാഭ്യാസം നേടാൻ യോഗ്യത നേടിയവർ. എങ്ങനെയാണ് ഇങ്ങനെ രോഗാതുരമായ കുറെ സ്കൂളുകൾ ഉണ്ടായത് എന്നത് പഠിക്കാൻ ആ ഗവൺമെന്റ് ഒരു കൂട്ടം വിദഗ്ധന്മാരെ വിദ്യാഭ്യാസ വകുപ്പ് നോക്കിയവരടക്കം നിയോഗിച്ചു. അപ്പൊ ആ സ്കൂളുകൾ ശ്രദ്ധിക്കാൻ ആരുമില്ല. അനാഥ സ്കൂളുകളാണവ. ആ അനാഥ സ്കൂളുകളെ സനാഥ സ്കൂളുകളാക്കി മാറ്റി. അതാണ് ഐസക് പോയില്ലേ, ഐസക്കിന്റെ ആദ്യത്തെ ബഡ്ജറ്റിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്താനുള്ള പദ്ധതി എന്ന് പറഞ്ഞിട്ടാണ് ബഡ്ജറ്റിനകത്ത് വെച്ചത്. അപ്പൊ ഞാൻ ഐസക്കുമായിട്ട് വഴക്കിട്ടത് വിദ്യാഭ്യാസ മന്ത്രിയുടെ പദ്ധതിയല്ല, നാടിന്റെ പദ്ധതിയാണ് എന്ന് പറഞ്ഞ് മാറ്റി. ബഡ്ജറ്റ് സ്പീച്ചിനകത്ത് നിങ്ങൾ നോക്കിയാൽ എഡ്യൂക്കേഷൻ മിനിസ്റ്റേഴ്സ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ കിടക്കുന്നത്. 104 പദ്ധതി എന്നാണ് അത് അറിയപ്പെടുന്നത്. അപ്പൊ നമ്മുടെ സ്കൂളുകളുടെ ഗുണനിലവാരം നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും ഈ നാടൊരുമിച്ച് നിന്നാൽ. അങ്ങനെ നടത്തിയ ഇടപെടലുകളുണ്ട്. ആ ഇടപെടലുകളിൽ ഏറ്റവും ഗംഭീരമായ ഇടപെടലുകൾ നടന്നത് 2016 മുതൽ 2021 വരെ നിലനിന്ന ഇപ്പോഴത്തെ 1ാം പിണറായി ഗവൺമെന്റിന്റെ കാലത്താണ്. ഐസക് പറയാറുണ്ട്, ഞാനുമായിട്ടിരുന്ന് പ്രവർത്തിച്ച സമയത്ത് പൈസ ഉണ്ടായിരുന്നില്ല, പൈസ പലപ്പോഴും കൊടുത്തില്ല, ബേബിയും ഞാനും തമ്മിൽ വഴക്കിടാറുണ്ടായിരുന്നു. ശരിയാണ്. ആ വഴക്കിന്റെ കൂടെ ഫലമായിട്ടാണ് ഈ ഗവൺമെന്റ് കാലത്ത് പണം അനുവദിക്കാൻ തുടങ്ങി. എവിടേക്കെത്തി? 50,000-നടുത്ത് ക്ലാസ് മുറികൾ, സർവ സാങ്കേതിക സജ്ജീകരണങ്ങളുമുള്ള മികച്ച ക്ലാസ് മുറികളായി മാറി. അതിന്റെ ഫലമെന്താ? സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകളിൽ പഠിച്ച 7 ലക്ഷത്തിൽ പരം വിദ്യാർത്ഥികൾ ഗവൺമെന്റ് സ്കൂളുകളിലേക്കും ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിലേക്കും വന്നു ഈ കാലഘട്ടത്തിൽ. അങ്ങനെ ഓരോന്നുണ്ട്, അതെല്ലാം പറഞ്ഞു ഞാൻ പോകുന്നില്ല. 2000 അധ്യാപകരെ പുതുതായിട്ട് നിയമിച്ചു. കോളേജുകളിൽ പശ്ചാത്തല സൗകര്യ വികസനത്തിന് 15-20 കോടി രൂപകൾ വീതം കോളേജുകൾക്ക്, യൂണിവേഴ്സിറ്റികൾക്ക് നീക്കിവെക്കുന്ന തുക. ഇതെല്ലാം നീക്കിവെക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഗവൺമെന്റ് സ്കൂളുകളെപ്പോലെ തന്നെ ഗവൺമെന്റ് ശമ്പളം കൊടുത്ത് പഠിപ്പിക്കുന്ന ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകൾ, ആ സ്കൂളുകളിൽ പശ്ചാത്തല സൗകര്യ വികസനം ആ സ്കൂളുകൾ നിർവഹിക്കണമെന്നതായിരുന്നുവെങ്കിൽ ഇക്കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് സ്വകാര്യ എയ്ഡഡ് സ്കൂളുകൾ ലാബോറട്ടറി സൗകര്യങ്ങളും പുതിയ ബിൽഡിങ്ങുകളും നിർമ്മിച്ചാൽ അതിന്റെ 50% ഗവൺമെന്റ് വഹിക്കും എന്ന നിലയിലേക്ക് എത്തി. വലിയൊരു നയപരമായ വലിയൊരു മാറ്റമാണ്. എന്തിന്? നമ്മുടെ കുഞ്ഞുങ്ങളാണ് ഗവൺമെന്റ് സ്കൂളിലും ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിലും പഠിക്കുന്നത്. അൺഎയ്ഡഡ് സ്കൂളുകൾ നമുക്ക് ഉത്തരവാദിത്വമില്ല. സൗജന്യമായി ഈ സ്കൂളുകൾ വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ നിലവാരമുള്ള അധ്യാപകർ, ഗവൺമെന്റ് സ്കൂളുകളിൽ മുഴുവൻ പബ്ലിക് സർവീസ് കമ്മീഷൻ തെരഞ്ഞെടുക്കുന്ന ഏറ്റവും മികച്ച അധ്യാപകരാണ് പഠിപ്പിക്കുന്നത്. അവരുള്ളപ്പോ അൺഎയ്ഡഡ് സ്കൂളും ഇംഗ്ലീഷ് മീഡിയം സ്കൂളും അന്വേഷിച്ചു പോകുന്നവരെ അവരുടെ കാര്യം നമുക്ക് നോക്കാൻ പറ്റില്ല. ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ രംഗത്ത് ഇടപെടലുകൾ ഉണ്ടായി. അത്തരം ഇടപെടലുകളിലൂടെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് വളരെ വലിയ മാറ്റം ഉണ്ടായിരിക്കുന്നു. എന്നാൽ ആ വലിയ മാറ്റത്തെക്കുറിച്ച് നീതി ആയോഗിന്റെ 2019 സർവേ സക്സസ് ഓഫ് അവർ സ്കൂൾസ്, നീതി ആയോഗ് എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിലുള്ള പ്ലാനിംഗ് കമ്മീഷന് പകരം സംഘടിപ്പിക്കപ്പെട്ട സംവിധാനമാണ്. അവരുടെ പഠനം വ്യക്തമാക്കുന്നു കേരളം എങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതുപോലെ നമ്മൾ നേടിയെടുത്ത സ്ഥാപനങ്ങളുണ്ട് വ്യത്യസ്ത ഘട്ടത്തിൽ. ഐസർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി, കേന്ദ്ര സർവകലാശാല, ദീർഘമായ പരിശ്രമത്തിന്റെ ഫലമായി ആദ്യത്തെ IIT, ഇതെല്ലാം വന്നിരിക്കുന്നു. എന്നാൽ ഈ നേട്ടങ്ങളെക്കുറിച്ച് കൂടുതൽ പറയാം, പക്ഷേ എൻ്റെ സമയം ഏതാണ്ട് തീരാ. ഞാൻ തന്നെ നിശ്ചയിച്ച അരമണിക്കൂറിന് 7 മിനിറ്റും കൂടിയേ ഉള്ളൂ.
നമ്മൾ വലിയ തോതിൽ നമ്മളെല്ലാം മാറേണ്ടിയിരിക്കുന്നു. ആക്സസ്, പ്രാപ്യത, ജനാധിപത്യവൽക്കരണം, സാമൂഹ്യനീതി ഉറപ്പാക്കൽ, ഇതെല്ലാം ചെയ്യുന്നതിന് സമാന്തരമായി ഗുണനിലവാരം ഉയർത്താനുള്ള ഇടപെടലുകൾ. ആ ഗുണനിലവാരം ഉയർത്താനുള്ള ഇടപെടലുകളിൽ ഞാൻ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് അധ്യാപകരെയും വിദ്യാർത്ഥികളെയും രക്ഷകർത്താക്കളെയുമാണ്. അപ്പൊ എല്ലാവരും ആയി, നമ്മുടെ സമൂഹത്തിലെ സർവരും വന്നു. ഇവർ മൂന്നും കൂടെ വരുമ്പോൾ ഇല്ലേ, ഇവിടെ ഇരിക്കുന്നവർ ഒന്നുകിൽ വിദ്യാർത്ഥികളാണ്, അല്ലെങ്കിൽ അധ്യാപകരാണ്, അല്ലെങ്കിൽ രക്ഷകർത്താക്കളാണ്. കല്യാണം കഴിച്ച് മക്കളുണ്ടായില്ലേ പോലും അനിയനോ അനിയത്തിയോ ഒക്കെ ഉണ്ടാവും. എന്താ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം? ഒന്ന്, വിദ്യാർത്ഥികൾ ചിലർക്കെങ്കിലും പഠിക്കേണ്ട പ്രായത്തിൽ പഠിക്കാനുള്ള ഈ അവസരം നമുക്ക് കിട്ടിയിരിക്കുന്നത് എത്ര അമൂല്യമാണ് എന്ന ചിന്തയില്ലാത്ത വിദ്യാർത്ഥികളുണ്ട്. ജാതിയുടെ പേരിൽ, തൊട്ടുകൂടായ്മയുടെ പേരിൽ പഠിക്കാൻ അവകാശം നിഷേധിക്കപ്പെട്ട് നിന്നിരുന്നവരുണ്ട് അല്ലേ? സമ്പത്തുണ്ടെങ്കിൽ മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയുണ്ടായിരുന്നു. ഇപ്പൊ പാവപ്പെട്ടവനും പഠിക്കാം, ഏതു ജാതിയിൽപ്പെട്ടവർക്കും പഠിക്കാം അല്ലേ? ആ ജനാധിപത്യ അവസര സമത്വം ഇവിടെയുണ്ട്. അതിനിടയ്ക്ക് പ്രശ്നങ്ങളുണ്ട്. ആദിവാസികൾ, മത്സ്യമേഖലയിൽപ്പെട്ടവർ, അവരൊക്കെ അനുഭവിക്കുന്ന ചില പ്രയാസങ്ങളുണ്ട്. അതൊന്നും ഇല്ലെന്ന് പറഞ്ഞ് ഞാൻ കണ്ണടച്ചിരുട്ടാക്കുകയല്ല. പക്ഷെ അതൊക്കെ ഉള്ളപ്പോഴും ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്ത വിധം പ്രൊഫസർ അമർത്യ സെന്റെ ഒരു ആശയം കടമെടുത്താൽ, അമേരിക്കയിലെ ആഫ്രിക്കൻ അമേരിക്കൻസ് തിങ്ങിപ്പാർക്കുന്ന ഗട്ടോസ്, അവിടെ പിറക്കുന്ന ഒരു കുഞ്ഞിന്റെ അതിജീവന ശേഷിയേക്കാൾ എത്രയോ മികച്ചതാണ് കേരളത്തിലെ ഏത് കുടുംബത്തിലും ഏത് സാഹചര്യത്തിലും പെട്ട കുഞ്ഞുങ്ങളുടെ അതിജീവന ശേഷി. ഇത് അമർത്യ സെൻ പറഞ്ഞതാണ്, സൂക്ഷ്മമായ പഠനത്തെ തുടർന്ന് പറഞ്ഞതാണ്. ഈ അവസരം, പഠിക്കാനുള്ള ഈ അവസരം, അതിൻ്റെ വില മനസ്സിലാക്കി നമ്മൾ കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ? അതിൻ്റെ വില മനസ്സിലാക്കി ഈ പഠിക്കാനുള്ള അവസരം ആർത്തിയോടുകൂടി എന്തും പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ടോ? സ്കൂളുകളിൽ, കോളേജുകളിൽ ഇല്ല എന്ന് ചിലർ എന്നോട് നേരിട്ട് പരാതിപ്പെട്ടിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ചില സ്ഥാപനങ്ങൾ, ആ സ്ഥാപനത്തിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, പ്രധാനപ്പെട്ട ചിലര്, നിങ്ങൾക്കൊക്കെ വിദ്യാർത്ഥികളുടെ മേൽ സ്വാധീനമുണ്ടല്ലോ, ഇവരൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി, ഇവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത് എന്നൊന്ന് പറഞ്ഞ് മനസ്സിലാക്കൂ. ഇങ്ങനെ അരാജകത്വപരമായി അവർ നടക്കരുത് എന്ന് പറയൂ. അവരെല്ലാം ഞാൻ പറയുന്നത് കേൾക്കുന്നവരാണെന്ന് ധരിക്കേണ്ട, പൊതുവിൽ കുട്ടികളാണ്. ഇപ്പൊ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആണെന്നുള്ളത് കൊണ്ട് എന്നോട് പറഞ്ഞാൽ അതിന്റെ ഒരു പ്രയോജനം ഉണ്ടാവും ധരിച്ചിട്ട് പറയുന്നതാണ്. അധ്യാപകർ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സെമസ്റ്റർ സിസ്റ്റം കൊണ്ടുവന്നു. അതത്രമാത്രം ശരിയാണ്, ശാസ്ത്രീയമാണ് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് സ്വന്തം കുഞ്ഞുങ്ങളെ മക്കളെക്കാളും സ്നേഹിച്ച് അവർക്കെല്ലാം ഈ പുതിയ ബോധന പഠന സമ്പ്രദായത്തിന്റെ ഗുണം എൻ്റെ കുട്ടികൾക്ക് മുഴുവൻ കിട്ടണം എന്ന പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്ന അധ്യാപകർ ഇല്ലെന്നല്ല. പക്ഷെ ആ പ്രതിബദ്ധതയോടുകൂടി വേണ്ട പോലെ പ്രവർത്തിക്കുന്ന അധ്യാപകർ വേണ്ടത്ര ഇല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരു കൂട്ടുകാരനോട് നിങ്ങൾ ഭാവിയിൽ എന്താകാൻ ആഗ്രഹിക്കുന്നു എന്ന് ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടി കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. നന്നായിട്ട് പഠിക്കുന്ന ഒരാളാണ്. അദ്ദേഹം പറഞ്ഞതാ, എനിക്കൊരു കോളേജ് അധ്യാപകനായാൽ മതി, 1-2 ഓവറൊക്കെ പഠിപ്പിച്ച് അങ്ങനെ സാമട്ടിൽ മറ്റു കാര്യങ്ങളൊക്കെ നോക്കി നടക്കാം, വർഷം പിന്നെ 2 മാസം അവധിയാണ്. പ്രതിബദ്ധതയുള്ള അധ്യാപകർക്ക് അങ്ങനൊന്നും കഴിയില്ല. എന്നാൽ ഈ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം വരുമ്പോൾ പാഠം തയ്യാറാക്കണം, പാഠ്യപദ്ധതി തയ്യാറാക്കണം, ചോദ്യപേപ്പർ തയ്യാറാക്കണം, വാല്യുവേഷൻ നടത്തണം, എടുപ്പത് പണിയാണ് അല്ലേ? മോശമല്ലാത്ത ശമ്പളവും പെൻഷനും ഒക്കെ ഉണ്ട്. അപ്പൊ വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നത്തിൽ ഇത് രണ്ട്, കുട്ടികളുടെ ഗൗരവമില്ലായ്മ, പുതിയൊരു കേരളം ഉണ്ടാവണമെങ്കിൽ ഒരു വിജ്ഞാന സമൂഹമായി
ലോകത്തെ ഏത് രാജ്യവുമായി കിടപിടിക്കാവുന്ന വിജ്ഞാന സമൂഹമായി നമുക്ക് മാറണമെങ്കിൽ, വിജ്ഞാനാധിഷ്ഠിതമായൊരു സമ്പദ്ഘടനയായി നമുക്ക് മാറണമെങ്കിൽ ഇങ്ങനെയൊന്നും പോരാ. ലോകത്ത് എവിടെയുള്ളവരോടും കിടപിടിക്കാവുന്ന മഹാപ്രതിഭാശാലികളെ നമ്മളുടെ ഇവിടുന്ന് ഉണ്ടാവുന്നില്ലേ? ഇപ്പൊ നാനോ ടെക്നോളജി, ഏറ്റവും പുതിയ ചെറുതിന്റെ ശാസ്ത്രം, അതിൽ നിന്ന് ലോക നിലവാരത്തിൽ നിൽക്കുന്ന 2 പ്രമുഖ ശാസ്ത്രജ്ഞന്മാർ തൃശ്ശൂർ ജില്ലക്കാരാണ്. ഒന്ന് ചെന്നൈ IIT-യിലെ പ്രൊഫസർ ടി പ്രദീപ്, പത്മശ്രീയെ കിട്ടിയിട്ടുള്ള ആളാണ്. ഇവിടുത്തെ സാധാരണ സ്കൂളിലെല്ലാം പഠിച്ചു പോയ ആളാണ്. മറ്റൊന്ന് അമേരിക്കയിലെ റൈസ് സർവകലാശാലയിൽ നാനോ ടെക്നോളജിയുടെ പ്രൊഫസറായിരിക്കുന്ന അജയൻ പുളിക്കൻ. ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ ക്രമത്തിലൂടെ വന്നതാണ്. അപ്പൊ നമ്മുടെ വിദ്യാഭ്യാസ ക്രമത്തെക്കുറിച്ച് നമ്മൾ പല കുഴപ്പങ്ങളും വിമർശനങ്ങളും നടത്തുമ്പോഴും ഈ വിദ്യാഭ്യാസ ക്രമത്തിലൂടെ വളർന്നു വന്ന എത്ര പേരുണ്ട്? പ്രൊഫസർ എം വിജയൻ അടുത്ത കാലത്ത് മരിച്ചുപോയി. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ സ്റ്റുഡൻസ് ഫെഡറേഷന്റെ നേതാവായിരുന്നു. അന്നത്തെ പാർട്ടി നേതാക്കന്മാർ പറഞ്ഞു, നിങ്ങൾക്ക് ഇത്ര ബുദ്ധിയുള്ള ഒരു പാർട്ടിയിൽ വേണമെന്നില്ല. അങ്ങനല്ല പറഞ്ഞത് കേട്ടോ. എനിക്ക് ചില നർമ്മബോധവും എനിക്കുണ്ടെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ധരിപ്പിക്കാൻ പറ്റിയെങ്കിൽ എന്ന് വിചാരിച്ചിട്ടാണ്. പ്രൊഫസർ വിജയനോട് പറഞ്ഞു, നിങ്ങൾ സീരിയസ് ആയി ഗൗരവമായി പഠിക്കണം, നന്നായിട്ട് പഠിച്ചവരെ ആവശ്യമുണ്ട്. അങ്ങനെ അദ്ദേഹം. അപ്പം നമ്മുടെ ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് ലോക നിലവാരമുള്ളവരെ പഠിപ്പിച്ചെടുക്കാൻ കഴിയും നമ്മുടെ ഗവൺമെന്റ് സ്കൂളിനും എയ്ഡഡ് സ്കൂൾ. അതിന് ആവശ്യമുള്ള ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന തരത്തിൽ കേരളത്തിന് മാറാൻ കഴിയണമെങ്കിൽ 2ാം പിണറായി വിജയൻ ഗവൺമെന്റ് മുന്നോട്ട് വച്ചിട്ടുള്ള കാഴ്ചപ്പാട് ജനങ്ങളുടെ മുമ്പിൽ പോയപ്പോൾ മാനിഫെസ്റ്റോയിൽ പറഞ്ഞതാണ്. അത് നമുക്ക് സാക്ഷാത്കരിക്കാൻ കഴിയണമെങ്കിൽ നമ്മളെല്ലാം ഒന്ന് നന്നായിട്ട് മാറണം. ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നന്നായിട്ട് കർശനമായി നിലപാടെടുക്കുന്ന ഒരു പ്രൊഫസറെ കുറിച്ച് അപവാദവും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചെവിയിൽ ഓടി, അയാൾ കുഴപ്പക്കാരനാണ്, കാര്യമൊക്കെ ശരി തന്നെയാണ്, നമ്മുടെ ആളെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്, പക്ഷെ അങ്ങ് അത്രയൊന്നും ശരിയല്ല, ചില പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് വരും. അതിന് നിന്നുകൊടുക്കരുത്. ജനാധിപത്യ സമൂഹമാണ്. അധ്യാപകരും പ്രൊഫസർമാരും വിദ്യാർത്ഥി സംഘടനകളെ അംഗീകരിക്കാതെ, വിദ്യാർത്ഥികളുടെ ജനാധിപത്യ അവകാശം അംഗീകരിക്കാതെ പെരുമാറുന്നുണ്ടെങ്കിൽ വേറൊരു വിഷയമാണ്. അത് പ്രത്യേകം നമ്മൾ അഭിസംബോധന ചെയ്യണം. പക്ഷെ ഇക്കാര്യത്തിൽ ശാസ്ത്രീയവും ജനാധിപത്യപരവുമായ സമീപനം വേണം. അതിന് നമ്മൾ വേണ്ടത്ര മാനസികമായി തയ്യാറെടുത്തിട്ടില്ല. ആ സ്വയം വിമർശനം നമ്മൾ നടത്തിയേ തീരുകയുള്ളൂ. വീണ്ടും പറയാൻ പല കാര്യങ്ങളും ഉണ്ടെങ്കിലും ഈ സമയ നിബന്ധന പാലിക്കുന്നതിലെങ്കിലും നമ്മൾ പറഞ്ഞ വാക്കൊന്ന് പാലിക്കണമല്ലോ. അതുകൊണ്ട് എൻ്റെ വാക്കുകൾ കേട്ടിട്ട് നിങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. സെഷൻ 4-ൽ കേന്ദ്ര സംസ്ഥാന ധനബന്ധം എന്ന വിഷയം അവതരിപ്പിക്കുന്നതിന് സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രിയും CPIM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ സഖാവ് KN ബാലഗോപാൽ അവർകളെ ആദരവോടെ ക്ഷണിക്കുന്നു. പ്രിയമുള്ള അധ്യക്ഷൻ, ഈ വേദിയിലുള്ള MA ബേബി അടക്കമുള്ള ബഹുമാന്യരെ, പ്രിയമുള്ള സഹോദരന്മാർ, കേന്ദ്ര സംസ്ഥാന ധന ബന്ധങ്ങളെന്നുള്ളതാണ് ഈ വിഷയം. വളരെ ചുരുക്കിയ സമയം കൊണ്ട് കാര്യങ്ങൾ പറയാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമായതുകൊണ്ട് അധികം വിശദീകരണം വേണ്ട എന്നാണ് കരുതുന്നത്. കഴിഞ്ഞ 30 വർഷക്കാലത്തെ ആഗോളവൽക്കരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് രാജ്യം മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് പൊതുവായ ഈ വിഷയം. ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ധനകാര്യ മേഖലയിലാണ്. ധനകാര്യ മേഖല എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ ധനകാര്യം മാത്രമല്ല, രാജ്യത്തിൻ്റെ ധനകാര്യ കാര്യങ്ങളിലുള്ള സമീപനത്തിൽ ഏറ്റവും വലിയ മാറ്റം വന്ന ഒരു ഘട്ടമാണ് ഈ 30 വർഷം. ഇന്നത്തെ ഈ വിഷയത്തിൽ തൊട്ടുമുമ്പത്തെ സെഷനിൽ ഡോക്ടർ ഐസക് സാവും അതുപോലെ ഭവാനായ ഡോക്ടർ ശ്രീധർ അടക്കം എല്ലാവരും സംസാരിച്ചു കഴിഞ്ഞു. ഇനിയും അങ്ങനെയുള്ള വിഷയങ്ങളാണ് വരുന്നത്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ലോകത്തെ ആകെ ഗവൺമെൻറ്റുകളുടെ സ്വഭാവത്തിൽ മാറ്റം വന്നിരിക്കുന്നു. അതുകൊണ്ട് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ധനകാര്യ ബന്ധങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള സാമ്പത്തികമായ നയങ്ങൾ എങ്ങനെയാണ് അവർ മുന്നോട്ട് വെക്കുന്നത് എന്നനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ വരിക. അങ്ങനെ നോക്കിയാൽ സ്റ്റേറ്റ് തന്നെ ഈ തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളൊന്നും വഹിക്കേണ്ട എന്ന് പറയുന്ന, സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഈ തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളൊന്നും വഹിക്കേണ്ട എന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്.
അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ചില ഉദാഹരണം മാത്രം പറയാം. ഇപ്പോൾ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചും വിദ്യാഭ്യാസ വ്യാപനത്തെ സംബന്ധിച്ചും അധ്യാപക സമൂഹത്തെ സംബന്ധിച്ചുമൊക്കെ തൊട്ടു മുമ്പ് പറഞ്ഞല്ലോ. അത് സർക്കാരിൽ നിന്ന് ഏറ്റവും അധികം ആളുകളെ അപ്പോയിൻ്റ് ചെയ്യുന്ന, വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്ന, പൊതുമേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചാൽ. എന്നാൽ ലോകത്തെവിടെയും ഇല്ലാത്ത തരത്തിലേക്ക് സർക്കാർ ഈ കാര്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അടുത്ത കാലത്തൊരു തീരുമാനം വന്നു. ഇന്ത്യൻ മിലിറ്ററിയിൽ പട്ടാളത്തിൽ ആളുകളെ കോൺട്രാക്റ്റിലെടുക്കാൻ തീരുമാനിച്ചു. 4 വർഷ കോൺട്രാക്റ്റ്, 5 വർഷ കോൺട്രാക്റ്റ്. ലോകത്തെവിടെയും മിലിറ്ററിയും പോലീസും സാധാരണഗതിയിൽ ഏതൊരു ഭരണകൂടവും അവരുടെ ഒരു സ്ഥിരം സംവിധാനമായി വെക്കുന്നതാണ്. അപ്പോൾ പട്ടാളം പോലും റെഗുലറായിട്ട് വേണ്ട എന്ന് തീരുമാനിക്കുന്ന തരത്തിലേക്ക് ഇന്ത്യയുടെ ഭരണാധികാരികൾ പോയി എന്ന് പറഞ്ഞാൽ അതാണ് ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായ ഒരു പൊസിഷൻ ഗവൺമെൻറ്റുകളെ സംബന്ധിച്ച്. ആ കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനങ്ങളുടെ ധനകാര്യ കാര്യം ശ്രദ്ധിക്കും, അല്ലെങ്കിൽ ഭരണഘടന പറയുന്ന കാര്യം ശ്രദ്ധിക്കും എന്നുള്ള ഒരു മൗഢ്യത്തോടു കൂടി അവരെ കണ്ടിട്ട് കാര്യമില്ല. കാരണം എന്തൊക്കെയാണോ നമ്മുടെ ഭരണഘടനാപരമായിട്ടുള്ള വ്യവസ്ഥകളും ഉത്തരവാദിത്വങ്ങളും അതൊക്കെ ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ സ്ഥിരമായി കാണുന്നത്. ഇതുകൊണ്ട് തന്നെ ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വം എന്ന നിലയിൽ അവർ ചെയ്യേണ്ട എല്ലാ ചുമതലയിൽ നിന്നും മാറുന്നു എന്ന് മാത്രമല്ല, സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഓരോ മേഖലയിലെയും ചെലവിന് പ്ലാൻ ചെയ്യുന്ന ഏറ്റവും ന്യായമായ ആ ധനം പോലും അംഗീകരിക്കാത്ത സ്ഥിതിയുണ്ട്. സംസ്ഥാന ഗവൺമെൻറ് ധനം അംഗീകരിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വരുമാനം പ്രധാനമായും ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റും കൂടി ചേർന്ന നികുതി പിരിവിൻ്റെ GST അടക്കമുള്ളതിൽ ബന്ധിപ്പിച്ചിട്ടാണ്. ഇപ്പോൾ കോവിഡ് സമയത്ത് നമ്മൾ ചിലവാക്കിയ പണം പോലും, കോവിഡിൻ്റെ സമയത്ത് ചിലവാക്കണമെന്നുള്ളതിൻ്റെ ആവശ്യകത നമുക്കെല്ലാം അറിയാം. കോവിഡ് പോലെയുള്ള സമയങ്ങളിൽ സംസ്ഥാനങ്ങളുടെ ചെലവിനെ പോലും നിയന്ത്രിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ വന്നു. പോസ്റ്റ് കോവിഡ് പീരീഡിൽ സാമ്പത്തിക രംഗം കുറച്ചുകൂടി സജീവമാക്കാൻ കൂടുതൽ പണം ചെലവാക്കേണ്ടതുണ്ട്. അതിനും നിയന്ത്രണം കൊണ്ടുവരുന്ന കാര്യം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാ സംസ്ഥാനങ്ങളും. കേരളം പ്രത്യേകിച്ചും അത്തരം കാര്യങ്ങൾ കൂടുതൽ ശത്രുതയ്ക്ക് വിധേയമാകുന്നുണ്ട്. എന്നാൽ ഈ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ ധനകാര്യ സ്ഥിതിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതിനകത്ത് പൊതുവിൽ അധികാരങ്ങളാകെ കേന്ദ്രീകരിച്ചിരിക്കുന്നതിന് എപ്പോഴും മുൻകൈ കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും തുല്യമായ അവകാശങ്ങളാണ് എന്നൊക്കെയുള്ള തത്വമൊക്കെ ഉണ്ട്. ഭരണഘടനയുടെ ആമുഖം തന്നെ പറയുന്നത് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. ആമുഖമല്ല, ആദ്യ സെൻറ്റൻസ്. ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ് അല്ല. സ്റ്റേറ്റുകളുണ്ടെങ്കിലേ യൂണിയൻ ഉള്ളൂ എന്നുള്ളതാണ് കാഴ്ചപ്പാട്. എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റുകൾക്ക് അതേ അവകാശം കൊടുക്കേണ്ടതാണ്. അത് വന്ന് ഇപ്പോൾ യൂണിയൻ, പിന്നെ ഞങ്ങൾ പറയുന്നതനുസരിച്ച് കുറേ സ്റ്റേറ്റുകളും എന്ന നിലയിലാണ് കാര്യങ്ങൾ വരുന്നത്. നേരത്തെയും ഇത്തരം കാര്യങ്ങൾ ഇടപെട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കൂടുതൽ രൂക്ഷമായിരിക്കുന്നു. ഇപ്പം ഇന്ത്യയിലെ സാമ്പത്തിക രംഗത്ത് ആകെ കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും വരുമാനത്തിൻ്റെ സോഴ്സുകൾ നോക്കിയാൽ തന്നെ വ്യത്യാസം മനസ്സിലാവും. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആകെയുള്ള ഇന്ത്യയിൽ ആകെ 100 രൂപ വരുമാനമുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിനാണ് 62.7%. ഇത് നമ്മളാരും പറയുന്നതല്ല, 15th ഫൈനാൻസ് കമ്മീഷൻ്റെ പഠനത്തിൽ അവരുടെ റിപ്പോർട്ടാണ്. 62.7% ഇന്ത്യയിലാകെ വരുന്ന റവന്യൂ വരുമാനം കേന്ദ്രത്തിൻ്റെ കയ്യിലേക്കാണ് പോകുന്നത്. എന്നാൽ ഇന്ത്യയിലാകെ ഉണ്ടാവുന്ന ചെലവിൻ്റെ 62.4% സംസ്ഥാനങ്ങളാണ് വഹിക്കേണ്ടത്. ഇത് തന്നെയാണ് ഒന്നാമത്തെ ഡിസ്പാരിറ്റി. അപ്പോൾ കേന്ദ്രം പരമാവധി പണം ശേഖരിക്കുന്നു, സംസ്ഥാനങ്ങൾക്ക് കുറച്ചേ കൊടുക്കുന്നുള്ളൂ, ചെലവ് പരമാവധി സംസ്ഥാനങ്ങൾ കൊടുക്കുന്നു. ഇങ്ങനെ ഒരു സ്ഥിതി മുന്നോട്ട് പോകുമ്പോഴാണ് GST വന്നത്. GST വന്നതോടുകൂടി അതുവരെ ഉണ്ടായിരുന്ന നികുതി നിയമങ്ങളെല്ലാം മാറ്റം വന്നു. ഈ നേഷൻ സ്റ്റേറ്റുകളെന്ന് പറയുന്ന ഓരോ പ്രദേശത്തും ചെറിയ നാട്ടുരാജ്യമായ കാലം മുതൽ രാജ്യത്തിൻ്റെ അതിർത്തിയെ നിർണ്ണയിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അവിടെ നികുതി പിരിക്കാനുള്ള അവകാശമാണ്. തിരുവിതാംകൂറും കൊച്ചിയും മലബാറും എന്ന മേഖലയിൽ ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ കൊരട്ടിക്കടുത്തുള്ള ചെക്ക് പോസ്റ്റാണ് തിരുവിതാംകൂറിലേക്ക് കയറുന്നത്. അതിനപ്പുറം വീണ്ടും കൊച്ചി ഉണ്ടെങ്കിലും അങ്ങ് തിരുവിതാംകൂറിൻ്റെ ഭാഗത്ത് ചെന്ന് കഴിഞ്ഞാൽ ചെങ്കോട്ടയിൽ നിന്ന് വരുന്ന ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അതുപോലെ അരുവാമൊഴി ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഈ ചെക്ക് പോസ്റ്റിനകത്ത് സാധനങ്ങൾ വിൽക്കുന്നതിൻ്റെയും വാങ്ങുന്നതിൻ്റെയും നികുതി അടക്കമുള്ള അവകാശങ്ങളാണ് പ്രധാനം.
ആ നികുതി കൊച്ചി ആയാലും തിരുവിതാംകൂർ ആയാലും ഏത് രാജ്യമായാലും ആ നികുതി പിരിക്കുന്നതിനും അവരുടെ ധനപരമായ ശേഷി ശക്തിപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ടാണ് പോലീസും പട്ടാളവും ഒക്കെ ഉള്ളത്. യഥാർത്ഥത്തിൽ അടിസ്ഥാന കാര്യം ഈ ധനകാര്യ അവകാശം തന്നെയാണ്. റവന്യൂ ആണ് പ്രധാനപ്പെട്ട അധികാരത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങളിൽപ്പെട്ട ഒരു പ്രധാന കാര്യം. ഈ നികുതി പിരിക്കുന്നതിനെ സംബന്ധിച്ചുള്ള അവകാശങ്ങൾ സംബന്ധിച്ച് ചർച്ച നടന്നപ്പോൾ ഭരണഘടനാ അസംബ്ലിയിൽ അന്ന് ആകെ സെയിൽ ടാക്സ് മാത്രം സംസ്ഥാനങ്ങൾ കൊടുത്തു, മറ്റ് ചില സ്റ്റേറ്റ് ടാക്സസും. സെയിൽ ടാക്സ് സംസ്ഥാനങ്ങൾ പിരിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ചില അംഗങ്ങൾ ഭരണഘടനാ രൂപീകരണ സമിതി പറഞ്ഞു, എന്തിനാണ് ഈ സംസ്ഥാനങ്ങൾക്ക് ഈ കാര്യം കൊടുക്കുന്നത്, ഇത് കേന്ദ്രം എടുത്തൂടെ? അപ്പോൾ ശ്രീ അംബേദ്കർ, അദ്ദേഹം എൻ്റെ ചെയർമാൻ എന്ന നിലയിൽ അദ്ദേഹം വളരെ പണ്ഡിതനായ വിദഗ്ധൻ, അദ്ദേഹം പറഞ്ഞു, ആകെ സംസ്ഥാനങ്ങൾക്ക് എന്തെങ്കിലും നികുതി കിട്ടാനുള്ളത്, എന്തെങ്കിലും വരുമാനം കിട്ടാനുള്ളത് ഈ സെയിൽ ടാക്സ് മാത്രമോ, ബാക്കിയെല്ലാം കേന്ദ്രത്തിൻ്റെ കയ്യിലായിരിക്കുമല്ലോ. അതുകൊണ്ട് ഈ സെയിൽ ടാക്സ് സംസ്ഥാനങ്ങളുടെ കയ്യിൽ നിൽക്കണം എന്നുള്ള ആവശ്യം അന്നേ പറഞ്ഞ് വളരെ ചർച്ച ചെയ്ത് സെറ്റിൽ ചെയ്തതാണ്. എന്നാൽ ഈ കാര്യത്തിനകത്ത് ഈ GST നിയമം വന്നതോടുകൂടി, ആ സമയത്ത് കോൺഗ്രസ് ആണത് കൊണ്ടുവന്നത്, പാസ്സാക്കിയത് BJPയുടെ സമയത്താണ്. അന്നേ അതിന് വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞതാണ് CPM. അതിൻ്റെ രാജ്യസഭയുടെ ആ സെലക്ട് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന അംഗമെന്ന നിലയിൽ ഞാൻ ആ ഡിസൻറ്റ് എഴുതി കൊടുത്ത ഒരംഗം കൂടിയാണ്. CPMൻ്റെ നയമനുസരിച്ച് ഞാനും D രാജയും ആ കമ്മിറ്റിയിലുണ്ടായിരുന്നു, ഞങ്ങൾ ഒരുമിച്ചാണ് അത് എഴുതിയത്. അപ്പോൾ ഈ അഭിപ്രായം എന്ന് പറഞ്ഞെങ്കിലും മഹാഭൂരിപക്ഷം ആളുകൾ പറഞ്ഞു ഇത് വന്നാൽ വലിയ വ്യത്യാസം ഉണ്ടാവും, ഒരു രാജ്യമാണ് ഒരൊറ്റ ടാക്സ്, അങ്ങ് കാശ്മീരിൽ നിന്ന് ഒരു ലോറി സാധനം കയറ്റി വിട്ടാൽ കേരളം വരെ ഒരു തടസ്സവും ഇല്ലാതെ വരും, ടാക്സൊക്കെ ഇഷ്ടം പോലെ കിട്ടും ആധുനിക സാങ്കേതിക വിദ്യ അനുസരിച്ച്. പക്ഷേ ഇപ്പോൾ വന്നപ്പോൾ എന്താ, ടാക്സിൻ്റെ കാര്യത്തിൽ വലിയ കുറവ് വന്നിരിക്കുന്നു എന്ന് മാത്രമല്ല, ടാക്സ് സംസ്ഥാനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന ടാക്സിനേക്കാളും വലിയ കുറവാണ്. ഇന്നാണെങ്കിൽ ഇതിൻ്റെ തൊട്ട് മുമ്പ് ഞാൻ 2 ജില്ലകളിലെ ടാക്സ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് യോഗം ഉണ്ടായിരുന്നു. നമ്മുടെ ടാക്സിനകത്ത് കോവിഡിൻ്റെ കാലത്തിന് മുമ്പ് ഈ GST തുടങ്ങുന്ന കാലത്തുണ്ടായിരുന്ന ടാക്സിൻ്റെ ആ വരുമാനം ഇപ്പോഴും പലയിടത്തും വരുന്നില്ല. എന്ന് പറഞ്ഞാൽ 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, അതിൻ്റെ സിസ്റ്റത്തിൻ്റെ പ്രശ്നമുണ്ട്. 2, ഏകപക്ഷീയമായി ടാക്സിൻ്റെ കാര്യത്തിൽ പല വ്യത്യാസവും കേന്ദ്രം വരുത്തി. ഇപ്പോൾ ടാക്സ് നിശ്ചയിക്കുന്നത് ഈ സെൻട്രൽ കൗൺസിലാണ്. ഈ ഇടയ്ക്ക് സുപ്രീം കോടതി പറഞ്ഞു അതിൻ്റെ അഡ്വൈസറി ജൂറിസ്ഡിക്ഷനേ ഉള്ളൂ ആ കൗൺസിലിന്. ഈ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളും സ്റ്റേറ്റും അടക്കമുള്ള ഈ ഇത് നിശ്ചയിക്കുന്ന സമിതിക്ക് അഡ്വൈസറി ജൂറിസ്ഡിക്ഷനേ ഉള്ളൂ, അഡ്വൈസറേ ഉള്ളൂ, ബാക്കി സംസ്ഥാനങ്ങൾക്ക് വേണമെങ്കിൽ നിശ്ചയിക്കാം. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിയിൽ സാങ്കേതികമായി അതൊക്കെ പറഞ്ഞാലും കേന്ദ്രം നിശ്ചയിക്കുന്നത് തന്നെ നടക്കൂ. കേന്ദ്രത്തിനാണ് അതിനകത്ത് ആകെ കൺട്രോൾ. അവർ കുറേ ഐറ്റങ്ങളുടെ ടാക്സുകൾ കുറച്ചു. സംസ്ഥാനങ്ങൾക്കുള്ള ടാക്സിൻ്റെ അവകാശം എടുത്തു കളയുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ സംസ്ഥാനത്ത് നമ്മൾ നേരത്തെ ധനകാര്യമന്ത്രിമാർ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോകുമ്പോൾ പത്രങ്ങളൊക്കെ എഴുതും, ചിലപ്പോൾ പുകയിലേക്ക് ടാക്സ് കൂടും, പഞ്ചസാര മധുരിക്കും, ഇങ്ങനെയൊക്കെ വരാറുണ്ടല്ലോ പണ്ട്. ഇപ്പം അതൊന്നും നിശ്ചയിക്കാൻ പറ്റില്ല. മുമ്പാണെങ്കിൽ കേരളത്തിന് തീരുമാനിക്കാം പുകയില ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് ടാക്സ് കൂട്ടാം. കാരണം എന്താ, പുകയില ഒരു സിൻ ഗുഡാണ്, അപ്പോൾ പുകയില അധികം വേണ്ട, ഉപയോഗിക്കേണ്ട, അതിനൊപ്പം ടാക്സ് കൂടുതൽ മേടിക്കാം. വില കൂടിയ ഓട്ടോമൊബൈൽസിൻ്റെ ടാക്സ് വേണേൽ കൂട്ടാം, മറ്റ് വില കുറഞ്ഞതിൻ്റെ കുറയ്ക്കാം. ഇതേപോലെ ഓരോ ഐറ്റത്തിനും കേരളത്തിലുണ്ടാക്കുന്ന കയറിനോ കശുവണ്ടിക്കോ അല്ലെങ്കിൽ പരമ്പരാഗതമായ മറ്റേതെങ്കിലും ഉൽപ്പന്നത്തിന് കുറച്ച്, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാകുന്നൊരു സ്വന്തമായ ഒരു പ്രൊഡക്റ്റിന് ടാക്സ് കുറയ്ക്കാം, പുറത്തുനിന്ന് വരുന്നതിന് അല്പം കൂടുതൽ മേടിക്കാം. ഇതൊക്കെ ലോക്കൽ മാർക്കറ്റിനെ സഹായിക്കാനാണ്, ലോക്കൽ പ്രൊഡക്ഷനെ സഹായിക്കാനാണ്. ഇപ്പോൾ ഒന്നും പറ്റില്ല. GST വന്നപ്പോൾ ഒറ്റ റേറ്റായി. ഇത് യഥാർത്ഥത്തിൽ വലിയ കോർപ്പറേറ്റ് മാനുഫാക്ചറേഴ്സിനെ മാത്രമേ സഹായിച്ചുള്ളൂ. ആ അവകാശം പോയി എന്നുള്ളതാണ് കാര്യം. രണ്ടാമത്തെ കാര്യം, കേന്ദ്ര ഗവൺമെൻറ് ഏകപക്ഷീയമായി ചില ടാക്സുകളിൽ മാറ്റം വരുത്തി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കുറേയേറെ ഐറ്റങ്ങൾക്ക് ടാക്സ് കുറയ്ക്കുമ്പോൾ നമ്മൾ വിചാരിക്കുമോ കസ്റ്റമേഴ്സിന് കിട്ടിയല്ലോ എന്ന്. ഞങ്ങൾ GST വകുപ്പ് ഒരു പഠനം നടത്തിയപ്പോൾ 25 ഐറ്റം എടുത്ത് സ്റ്റഡി നടത്തി. ആ 25 ഐറ്റത്തിൽ നോക്കിയപ്പോൾ ടാക്സ് കുറച്ചതൊന്നും കൺസ്യൂമേഴ്സിന് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട് കിട്ടിയിട്ടില്ല. ഉദാഹരണം ഞാൻ പറയാം, റെഫ്രിജറേറ്റർ, ഫ്രിഡ്ജിന് 28% നിന്ന് 18% ആക്കി. ആ 18% ആക്കിയപ്പോൾ ഏറ്റവും വില കുറഞ്ഞൊരു ഫ്രിഡ്ജിന് തന്നെ 1000 രൂപ കുറയണം. ഒരു 10,000-12,000 രൂപ വിലയുള്ളൊരു ഫ്രിഡ്ജിന് തന്നെ. പക്ഷേ നോക്കിയപ്പോൾ അത് കുറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇതിൻ്റെ എല്ലാം വില കൂടി. അതിനർത്ഥം എന്താ, ഈ നികുതി കുറച്ചെങ്കിലും അത് കൺസ്യൂമേഴ്സിന് കിട്ടിയിട്ടില്ല. ആൻറ്റി പ്രോഫിറ്ററിങ് എന്ന് പറയുന്നൊരു കമ്മിറ്റിയൊക്കെ ഉണ്ട് GSTയുടെ, പക്ഷെ അതൊന്നും ഫങ്ഷൻ ചെയ്യുന്നില്ല. ചുരുക്കത്തിൽ നേരത്തെ 15.5% നെറ്റ് ന്യൂട്രാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് ടാക്സിൻ്റെ റേറ്റ്.
അത് ഇപ്പോൾ 11% താന്നു. അതിൻ്റെ ഗുണം കൺസ്യൂമേഴ്സിന് കിട്ടിയിട്ടില്ല, സ്റ്റേറ്റുകൾക്ക് ഗുണമില്ല, കമ്പനികൾക്കാണ് ഗുണം വന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഞാൻ സമയക്കുറവ് കൊണ്ടും സമയം അധികം എടുക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടും ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. എങ്കിലും ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധപ്പെടുത്താം. ഇന്ത്യയിലെ ബിസിനസ് ഹൗസസിന് കോവിഡിൻ്റെ ക്ഷീണകാലത്ത് നഷ്ടമല്ല ഉണ്ടായിട്ടുള്ളത്. കോവിഡ് കാലത്താണല്ലോ ഇതൊക്കെ. ഇന്ത്യയിൽ ഏറ്റവും ജനദുരിതം, തൊഴിലില്ലായ്മ, വലിയ തോതിലേക്ക് ആളുകൾ പുറത്തേക്ക് പോയി. ഈ സമയത്ത് ഇന്ത്യയിലെ കമ്പനികളുടെ ബാലൻസ് ഷീറ്റുകൾ പലതും വന്നിട്ടുണ്ട്. ഈ വർഷം ഇപ്പോൾ വന്ന ബാലൻസ്, മാർച്ച് കഴിഞ്ഞപ്പോൾ വന്ന സ്റ്റേറ്റ്മെൻറ്റ് നോക്ക്. പൊതുമേഖലയും തുടങ്ങാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൻ്റെ ലാസ്റ്റ് ക്വാർട്ടറിലെ പ്രോഫിറ്റ് 11,000 കോടി രൂപയിലധികം. 4 ക്വാർട്ടറും അതുപോലെ ആയിരിക്കില്ലെങ്കിൽ പോലും 4 ക്വാർട്ടർ എടുത്താൽ 44,000 കോടി. അത്രയും ചിലപ്പോൾ വരില്ല, ഇവിടെ ആ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ട്. 40,000 കോടിയിലധികം വന്നു. അതിന് പല റീസൺസ് ഉണ്ട്. എന്നിൽ പോലും സാധാരണഗതിയിൽ കോവിഡിൻ്റെ ദുരിതം കഴിഞ്ഞ് വരുന്ന ആ ഫിനാൻഷ്യൽ ഇയറിൽ വലിയ തോതിൽ വരുമാനവും ലാഭം കുറയേണ്ടതാണ്. അവർക്ക് മാത്രമല്ല, നമ്മുടെ നാട്ടിലെ ഫെഡറൽ ബാങ്കിന് ഇതേപോലെ തന്നെ അവരുടെ ഈ ക്വാർട്ടർലി പ്രോഫിറ്റ് 3,000 4,000. എന്തിനു പറയുന്നു? മുത്തൂറ്റ് ക്യാപിറ്റലിൻ്റെ പ്രോഫിറ്റ് കഴിഞ്ഞ ദിവസം കണ്ടു 4,500 കോടിയാണ് മുത്തൂറ്റ് ക്യാപിറ്റലിൻ്റെ. നമ്മുടെ KSF അതിനേക്കാൾ ചെറിയ മോശമുള്ള സ്ഥാപനമല്ലല്ലോ. KSFക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ചെറിയൊരു ലാഭം കാണിക്കാനേ കഴിഞ്ഞ വർഷം പറ്റുള്ളൂ, അത്രേ ഉള്ളൂ. വലിയൊരു സർക്കാർ മേഖലയിലെ ചിട്ടി കമ്പനിയാണ് ഇത്. ഓയിൽ കമ്പനികൾക്കാണെങ്കിൽ ONGCക്ക് 40,000 കോടി. ലക്ഷക്കണക്കിനാണ് റിലയൻസ് പോലെയുള്ള കമ്പനികളുടെ ലാഭം. ഞാൻ ആ ലാഭം എല്ലായിടത്തും പറയുന്നില്ല. ഞാൻ പറഞ്ഞത് ഈ GST കൂടി വന്നതിൻ്റെ ഭാഗമായും മറ്റു പല സാമ്പത്തിക നയങ്ങളുടെ ഭാഗമായും കമ്പനികളുടെ ലാഭം നോക്കുമ്പോൾ ആളുകൾക്ക് ബുദ്ധിമുട്ട് വന്നെങ്കിലും സ്റ്റേറ്റുകൾക്ക് ബുദ്ധിമുട്ട് വന്നെങ്കിലും കമ്പനികൾക്ക് ലാഭം കൂടുന്നുണ്ട് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞതാണ്. ഇവിടെ ഈ ഒരു തരത്തിലുള്ള സമീപനം അവരെടുക്കുന്നു. അപ്പോൾ GST വന്നതോടുകൂടി സാമ്പത്തികമായി വലിയ തോതിൽ നമുക്ക് ക്ഷീണം വന്നു. നമ്മുടെ GST വരുന്ന കാലത്ത് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞത് അന്ന് സംസ്ഥാനങ്ങൾക്ക് ഓരോ വർഷമുള്ള വരുമാന വർധന 14% ആണ് പെർ ഇയർ ശരാശരി. കേരളത്തിന് അതുണ്ടായിരുന്നു. അപ്പോൾ GST വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ 5 വർഷക്കാലം ഞങ്ങളൊരു കാര്യം ചെയ്യാം, ഈ 14% വർധന വന്നില്ലെങ്കിൽ ഞങ്ങൾ അത് അഷ്വർ ചെയ്യാം, ഒരു കോമ്പൻസേഷൻ തരാം. അങ്ങനെ വന്നപ്പോൾ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകൾക്കും അത് കൊടുക്കേണ്ടി വന്നു. കാരണം 14% വെച്ച് ആനുവൽ ഗ്രോത്ത് ഇല്ല. നേരത്തെ നമുക്ക് ആനുവൽ ഗ്രോത്ത് ഉണ്ടായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, നേരത്തെ ഉണ്ടായിരുന്ന ആ നികുതിയിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല. അത് 5 വർഷത്തേക്ക് കൊടുക്കും. 5 വർഷം കഴിയുമ്പം പുനഃപരിശോധിക്കും. ഇപ്പം ജൂൺ 30-ന് 5 വർഷം തികയുക. നമുക്കൊരു ശരാശരി 10,000 കോടിയൊക്കെയാണ് ഒരു വർഷം കിട്ടേണ്ടത്. കേരളത്തിന് മാത്രമല്ല, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്കും. അത് ഈ ജൂൺ മാസം കഴിയുമ്പോൾ ഇല്ല, 10,000 കോടി അത് മാത്രം കുറയും. ഇന്നിപ്പോൾ ടെലിഗ്രാഫിൻ്റെ ഒരു ലേഖകൻ വിളിച്ചിരുന്നു, മമതാ ബാനർജി ഓൾറെഡി ഇപ്പോൾ ഒരു കത്ത് കൊടുത്തിട്ടുണ്ട് ഈ ബംഗാൾ ഗവൺമെൻറ് ഈ കോമ്പൻസേഷൻ്റെ പീരീഡ് 2 വർഷത്തിലധികം നീട്ടണം. അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഓൾറെഡി അതിനു മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെയും ധനകാര്യ മന്ത്രി എന്ന നിലയിൽ ഞാനും ഇത് നീട്ടേണ്ട ആവശ്യം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. കൗൺസിലിൽ തന്നെ സ്റ്റേറ്റുകൾ പറയുന്ന എല്ലാ സ്റ്റേറ്റിനും സാമ്പത്തിക ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞത് എല്ലാ സ്റ്റേറ്റിൻ്റെയും പ്രധാനപ്പെട്ട റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ ടാക്സാണ്. ആ ടാക്സിൻ്റെ ഇൻകം ഏകപക്ഷീയമായി കട്ടയിൽ ചെയ്തു. 10,000 കോടി എന്ന് പറയുന്നത് ചെറിയൊരു തുകയല്ല, വലിയ തുകയാണ് ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ച്, കേരളം പോലെ. അത് ഈ വർഷം കുറയുന്നു എന്നുള്ളതാണ്. എല്ലാ സംസ്ഥാനങ്ങളും ഇതേ പ്രശ്നം പറയുന്നു, കാലാവധി നീട്ടണമെന്ന് പറയുന്നു, ഇത് പുനഃപരിശോധിക്കണമെന്ന് പറയുന്നു. അപ്പോൾ ഈ ടാക്സ് മാത്രമല്ല, ഇതുപോലെ ടാക്സുകൾ പിരിക്കുമ്പോൾ ആകെ സംസ്ഥാനങ്ങൾക്ക് വിട്ടുകൊടുത്തിട്ടുള്ളത് ഇപ്പോൾ 3 ഐറ്റം മാത്രമാണ്: മദ്യം, പെട്രോൾ, ഡീസൽ. ബാക്കിയെല്ലാം കേന്ദ്രം എടുത്തുകൊണ്ട് പോയി. ഈ 3 ഐറ്റങ്ങൾ സംസ്ഥാനങ്ങളുടെ അവകാശമാണ്. ആ സംസ്ഥാനങ്ങളുടെ അവകാശത്തിനകത്ത് സാധാരണഗതി കേന്ദ്രം കടന്നു കയറാൻ പാടില്ല. എന്നാൽ ആർട്ടിക്കിൾ 271 ഒരു പ്രൊവിഷൻ പറയുന്നുണ്ട്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 271 പറയുന്നു, സംസ്ഥാനങ്ങൾ ലെവി ചെയ്യുന്ന ടാക്സിൽ വേണമെങ്കിൽ ഒരു സർചാർജ്, പ്രത്യേക ഘട്ടങ്ങളിൽ ഒരു സർചാർജോ സെസ്സോ ഏർപ്പെടുത്താൻ കേന്ദ്ര ഗവൺമെൻറ്റിന് അവകാശമുണ്ട്. നമുക്ക് സാധാരണഗതിയിൽ ഊഹിക്കാം, സംസ്ഥാനങ്ങളുടെ അവകാശത്തിനകത്തൊരു സേവിങ് ക്ലോസും പ്രൊവിഷനും കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഇൻ ദ കേസ് ഓഫ് an emergency or a war or such a situation is coming. അങ്ങനെയാണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിന് കുറച്ച് ഫണ്ട് ഉണ്ടാക്കേണ്ടി വരും. അതിനൊരു സെസ് ഉണ്ടാക്കാം. ആ സെസ് എന്ന് പറയുമ്പോൾ നാച്ചുറലി നമ്മുടെ ഈ മേടിക്കുന്ന നികുതിയേക്കാളും ചെറിയൊരു പെർസെൻറ്റേജ് ആയിരിക്കണം. സെസ് കനോട്ട് ബി മച്ച് ഹയർ ദാൻ ദി ഒറിജിനൽ ടാക്സ്. പക്ഷേ സെസ്
എന്ന് പറയുന്നത് നമ്മുടെ ടാക്സിനേക്കാളും വലിയ സെസ് മേടിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്നൊരു വലിയ തർക്കം. അപ്പോൾ ഈ 271 എന്ന് പറയുമ്പോൾ നമ്മുടെ റൈറ്റിനകത്തുള്ള എൻക്രോച്ച്മെന്റ് നടത്തിയിട്ടാണ് പെട്രോളിനും ഡീസലിനും ഇപ്പോഴത്തെ എക്സൈസ് സർചാർജ് കേന്ദ്ര ഗവൺമെന്റ് മേടിച്ചുകൊണ്ടിരിക്കുന്നത്. അതും മേടിച്ചത് മാത്രം, അതും അതുപോലെ ചില സർചാർജും മേടിച്ചത് മാത്രം 5,30,000 കോടി ഉണ്ട് എന്ന് EPWയിൽ കഴിഞ്ഞ ദിവസം ഒരു റിസർച്ച് പേപ്പറിൽ വന്ന് കണക്ക് കാണിക്കുന്നു. ഒരു വർഷം, കഴിഞ്ഞ വർഷം മാത്രം 5,30,000 കോടി രൂപയാണ് അങ്ങനെ അധികമായിട്ട് സെസ് വഴി അവർ കളക്ട് ചെയ്തത്. ആ സെസ് കളക്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ഇന്ത്യ ഗവൺമെന്റിന് കിട്ടുന്ന ടാക്സുകൾ സെസ് ഒഴിച്ചു ബാക്കിയെല്ലാം സംസ്ഥാനങ്ങളും കേന്ദ്രവും തമ്മിൽ വീതം വെക്കണം. വീതത്തിന് ചില ശതമാനക്കണക്കൊക്കെ ഉണ്ട്, എന്നാൽ സെസ് വീതം വെക്കണ്ട. അപ്പം 5,30,000 കോടി രൂപ അവർ മേടിച്ച സെസ് നമുക്ക് വീതം വെക്കണ്ട, നമ്മുടെ സംസ്ഥാനത്തിന് ഉൾപ്പെടെ പിരിച്ചുകൊണ്ട് പോയത് നമുക്ക് തരണ്ട, ഇന്ത്യയിൽ നിന്ന് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും. ഇനി കേന്ദ്രത്തിൻ്റെ കയ്യിലുള്ള പണം എങ്ങനെയാണ് താഴോട്ട് കൊടുക്കുന്നത്? അതിനൊരു ഫിനാൻസ് കമ്മീഷനെ നിശ്ചയിക്കും. ഫിനാൻസ് കമ്മീഷനാണ് നിശ്ചയിക്കുന്ന ചില മാനദണ്ഡങ്ങൾ. ആ മാനദണ്ഡം ഏകപക്ഷീയമാണ് എന്നുള്ളതാണ് നമ്മൾ നേരിടുന്ന മറ്റൊരു പ്രശ്നം. അതിനകത്ത് ഡിവിഷൻ താഴോട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു തിയറിയുണ്ട്. അതിനൊപ്പം ചില ഗ്രാൻറ്റുകളുണ്ട്. സെൻട്രലി സ്പോൺസേഡ് സ്കീം നേരത്തെ 90% 80% ഒക്കെ തരുന്നതോ മാറ്റി ഇപ്പോൾ ആ ശതമാനം കുറച്ചു. സെൻട്രലി സ്പോൺസേഡ് സ്കീമിൻ്റെ ആകെ കിട്ടുന്ന പണം ഡിവിസിബിൾ പൂളിൽ വീതം വെക്കാനുള്ളതിൻ്റെ 41% ആണ് സംസ്ഥാനങ്ങൾക്ക് തരുന്നത്. ആ 41%ൽ നിന്ന് ഓരോ സംസ്ഥാനങ്ങൾക്കുമുള്ള വീതം നിശ്ചയിക്കും. ഈ 41%ന് പകരം വാസ്തവത്തിൽ 60% സംസ്ഥാനങ്ങൾക്ക് തരണം. യഥാർത്ഥത്തിൽ എന്തെങ്കിലും ന്യായമുണ്ടെങ്കിൽ തരേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞു, 64% സംസ്ഥാനങ്ങളുടെ ചെലവാണ്, സംസ്ഥാനം ഏറ്റെടുക്കേണ്ട ചെലവാണ്. 30% അടുത്തേ ഉള്ളൂ കേന്ദ്രം ചെലവാക്കേണ്ടത്. വരുമാനം മൊത്തം 60% ഇപ്പോൾ അവർക്കാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഇത് 60-40 ആക്കണമെന്ന് ഇന്ത്യയിലെ സ്റ്റേറ്റുകൾ ശക്തമായി ആവശ്യപ്പെട്ടിട്ട് അത് നേടിയെടുത്തേ പറ്റൂ എന്നുള്ളതാണ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ ഫിനാൻഷ്യൽ ഡിവിഷൻ്റെ ഏറ്റവും പ്രധാന പ്രശ്നം. ഇപ്പോൾ 41% കൊടുക്കുന്നുള്ളൂ. ഈ 41% കൊടുക്കുമ്പോൾ അതിനകത്തുനിന്ന് താഴോട്ട് കൊടുക്കുന്നതിനൊരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡം ജനസംഖ്യയും മറ്റു വികസന കാര്യങ്ങളുമാണ്. 1971 ജനസംഖ്യയായിരുന്നു നേരത്തെ അടിസ്ഥാനം. ഇപ്പോൾ അത് 2011 ജനസംഖ്യയാണ്. അതിൻ്റെ കാര്യത്തിലും വികസനം നേടിയിട്ടുള്ള സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ വരുമാനം കുറഞ്ഞുകൊണ്ടിരിക്കുക. കേരളത്തിന് ഇപ്പം കിട്ടുന്നത് ആകെയുള്ള പണത്തിൽ നിന്ന് 1.92% കേരളത്തിന് കിട്ടും. 1,00,000 കോടി രൂപ കൊടുത്താൽ 1920 കിട്ടും. നേരത്തെ തൊട്ട് മുമ്പത്തെ വർഷം വരെ 14th ഫിനാൻസ് കമ്മീഷൻ വരെ ഇത് 2.45 ആയിരുന്നു. 2.45 നിന്ന് 1.92 ആകുമ്പോൾ ലക്ഷക്കണക്കിന് കോടി രൂപ വരുമ്പോൾ നമുക്ക് ആയിരക്കണക്കിന് കോടി രൂപയുടെ കുറവാണ് ഒറ്റ വർഷം കൊണ്ട് വരുന്നത്. ഇത് തന്നെ 10ാം ധനകാര്യ കമ്മീഷൻ്റെ സമയത്ത് ഒരു 5-10 വർഷം മുമ്പ് 3.95 ആയിരുന്നു. അപ്പോൾ 3.95 വന്നുണ്ടായിരുന്ന 3.925 സംതിങ്, അതിൽ നിന്നാണ് അതിൻ്റെ നേരെ പകുതിയായത്. ഇപ്പോൾ അതിനെന്താ ക്രൈറ്റീരിയ? ആ ക്രൈറ്റീരിയ തീരുമാനിച്ചെന്താ? കേരളത്തിന് ജനസംഖ്യ കുറഞ്ഞു. കേരളത്തിൽ ജനസംഖ്യ കുറഞ്ഞതും മാത്രമല്ല, ജനസംഖ്യാനുപാതികമാണെങ്കിൽ ഇതിനേക്കാളും കിട്ടണം. UPക്ക് ആകെ ഇന്ത്യൻ ജനസംഖ്യയുടെ 17%-അടുത്താണ്, പക്ഷെ അവർക്ക് 18% കിട്ടുന്നുണ്ട്. കേരളത്തിൽ എന്തായാലും 1.92 അല്ലല്ലോ. ജനസംഖ്യ മാത്രമല്ല, ജനസംഖ്യ കുറഞ്ഞതുകൊണ്ട് തന്നെ വെട്ടിക്കുറച്ചു. രണ്ടാമത് വികസന കാര്യങ്ങളിൽ ചില മാനദണ്ഡങ്ങൾ അവരെടുത്തു. ഇപ്പം എല്ലാവർക്കും ഈ ശുചിമുറി ഉണ്ടോ? ഇല്ലേ? പുതിയൊരു മാനദണ്ഡമാണല്ലോ. സ്കൂളുണ്ടോ, ആശുപത്രി ഉണ്ടോ, റോഡുണ്ടോ? ഈ കാര്യങ്ങളൊക്കെ എടുക്കുമ്പം കേരളം നേരത്തെ തന്നെ നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ആ മേഖലയിലൊക്കെ നടത്തിയിട്ടുണ്ട്. ഇത് തമിഴ്നാടിനും ബാധകമാണ്, ആന്ധ്രയ്ക്കും ബാധകമാണ്, തെലുങ്കാനയ്ക്കും ബാധകമാണ്, കർണാടകത്തിനും ബാധകമാണ്. ഈ സ്റ്റേറ്റുകളൊക്കെ വലിയ പരാതി പറയുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടേണ്ട ആ വിഹിതത്തിൽ ഒരു 10-20,000 കോടിയുടെയെങ്കിലും കുറവുണ്ട്. ഇങ്ങനെ കുറവുണ്ടെന്നുള്ളത് 15ാം ധനകാര്യ കമ്മീഷൻ സംബന്ധിച്ച് ഈ പ്രൊട്ടസ്റ്റൊക്കെ വന്നപ്പോൾ അവരൊരു കാര്യം പറഞ്ഞു, തൽക്കാലം ഞങ്ങൾ ഒരു ചെറിയ ഗ്രാൻറ്റ് തരാം. കഴിഞ്ഞ വർഷം ഇത് അഡ്ജസ്റ്റ് ചെയ്ത് 19,000 കോടി ഗ്രാൻറ്റ് തന്നു. ഈ വർഷം അതിൽ നിന്ന് 7,000 കോടി കുറയും. അടുത്ത വർഷം വീണ്ടും ഒരു 10,000 കോടി കുറയും. അതോട് പിന്നില്ല, ഈ 1.92 ഉള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞത് 10,000 കോടി GST കോമ്പൻസേഷൻ മുന്നോട്ട് കൊണ്ടുപോകാത്തതുകൊണ്ട് കുറയും. ഈ ഗ്രാൻറ്റ് കുറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് 7,000 കോടി കൂടെ കുറയും. ഇത്രയും ഒരു സംസ്ഥാനത്തിന് ഈ വർഷം വന്ന കുറവാണ് കഴിഞ്ഞ വർഷത്തെക്കാളും. ഇത് കൂടാതെ കിട്ടേണ്ടിയിരുന്നത് വേറെയുണ്ട്. ഇത്
സംസ്ഥാനങ്ങളൊന്നും ഇങ്ങനെ പ്രവർത്തിക്കേണ്ട എന്നുള്ള ഒരു സമീപനം കൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാന പ്രശ്നം. അപ്പോൾ ഇതിനകത്ത് ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ സമീപനം ഉണ്ടാക്കുന്ന പ്രശ്നം അവിടെ മാത്രം നിൽക്കുന്നില്ല. കടമെടുക്കുന്നതിനുള്ള പരിധിയെയും നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരികയാണ്. കടമെടുക്കുന്നത് നേരത്തെ ഐസക്കിൻ്റെ ആ വിഷയാവതരണത്തിൽ കിഫ്ബിയും മറ്റു കാര്യങ്ങളും എല്ലാം പറഞ്ഞു. കടമെടുക്കുന്നത് സംസ്ഥാനത്ത് ഇതുവരെ കടമെടുക്കുന്ന സംസ്ഥാനങ്ങളൊന്നും കേരളമോ മറ്റ് സംസ്ഥാനങ്ങളോ ഒരിക്കലും ഡിഫാൾട്ട് വരുത്തിയിട്ടില്ല. കിഫ്ബി തന്നെ ഒരു ലോങ് ടൈമിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. 3% ജനറലി ഇപ്പോഴത്തെ പുതിയ ആക്ട് അനുസരിച്ച് കടമെടുക്കാവുന്നത്. കോവിഡ് സമയത്ത് അത് 5% വരെ എടുക്കാമെന്ന് പറഞ്ഞു. നമ്മുടെ ആകെ GSDPയുടെ നമ്മുടെ GSDP ഈ കഴിഞ്ഞ വർഷത്തെ 9,90,000 കോടിക്കടുത്ത നമ്മുടെ കേരളത്തിൻ്റെ ആകെ ആഭ്യന്തര വരുമാനം. ഇന്ത്യ ഗവൺമെൻറ്റിന് 2 കോടി ലക്ഷം രൂപയ്ക്കടുത്താണ്. നമ്മുടെ അത്ര മോശമല്ല, 10 ലക്ഷം കോടിയുണ്ട് എന്നുള്ള ആകെ ആഭ്യന്തര വരുമാനം. അതിൻ്റെ 3.5% ഇപ്പം കുറച്ച് വീണ്ടും ഈ വർഷം അനുവദിച്ചത്. നമ്മളെല്ലാം പറഞ്ഞിട്ടുണ്ട്, എല്ലാ സ്റ്റേറ്റുകളും ഇത് കുറച്ചുകൂടി കോവിഡ് കാരണം കുറച്ചു കാലം കൂടി നീട്ടി തരണം. കോവിഡ് ഒരു പ്രത്യേക സാഹചര്യമാണ്, തൊഴിലില്ലായ്മയുടെയും പട്ടിണിയുടെയും രൂക്ഷതയുണ്ട്. അത് തരുന്നില്ല എന്ന് മാത്രമല്ല, ഈ വർഷം ബോറോയിങ്ങിന് ഇതുവരെ അനുമതി തന്നിട്ടില്ല. അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ കിഫ്ബിയും മറ്റു കാര്യങ്ങളും ഒക്കെ സഹിതം എടുത്തിട്ടുള്ള നമ്മുടെ പല കാര്യങ്ങളും ഒരിക്കലും നമ്മൾ ബഡ്ജറ്റിൽ നിന്ന് ലോണായിട്ടല്ല എടുത്തേക്കുന്നത്. ഗവൺമെൻറ് ഗ്യാരണ്ടി കൊടുത്തേക്കുന്ന പ്രൊജക്റ്റുകൾ വരെ പെടുത്തിയിട്ട് ഈ പണം തരാതിരിക്കാനുള്ള ശ്രമം. 32,000-ലധികം കോടി രൂപ ഈ വർഷം കുറച്ചിട്ടായാലും നമുക്ക് തരേണ്ടതാണ്. 5,000 കോടി രൂപയെ ആകെ അനുവദിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഏപ്രിൽ മെയ് ജൂൺ ഈ ശമ്പളവും മറ്റ് ചെലവും ഒക്കെ വന്നു, ഒന്നും തരുന്നില്ല എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. ഇതൊരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു മെത്തേഡിൻ്റെ പ്രശ്നമാണ്. ഇത് കേന്ദ്ര ഗവൺമെൻറ്റിനെ സംസ്ഥാനങ്ങളുടെ മാത്രമല്ല, കേന്ദ്ര ഗവൺമെൻറ് തന്നെ വലിയ ഫിനാൻഷ്യൽ ക്രൈസിസിലാണ്. എന്നെക്കാളും ഇതിനെപ്പറ്റി പറയാൻ പറ്റുന്ന മറ്റാളുകൾ ഇവിടെ ഉണ്ട്. കേന്ദ്ര ഗവൺമെൻറ് തന്നെ വലിയ ഫിനാൻഷ്യൽ ക്രൈസിസിലാണ്. അതുകൊണ്ട് ഞാൻ കരുതുന്നത് 2 വർഷം ഒന്നും ഇനിയിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വരെയൊന്നും ഈ ഗവൺമെൻറ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നില്ല. മിക്കവാറും ഇലക്ഷൻ തന്നെ നേരത്തെ അനൗൺസ് ചെയ്യുന്ന ഞാൻ കരുതുന്നത്. കാരണം മിലിറ്ററിയുടെയൊക്കെ കാര്യം ചെറിയൊരു എക്സാമ്പിൾ അല്ല. കാരണം അവരുടെ ആറ്റിറ്റ്യൂഡിനകത്ത് വലിയ മാറ്റമുണ്ട്. ബഡ്ജറ്റ് തന്നെ നോക്കിയാൽ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ഈ വർഷത്തേക്കുള്ള ബഡ്ജറ്റിൽ കേരള ഗവൺമെൻറ് 21% അധികം ബഡ്ജറ്റ് വെച്ചതെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് 4% മാത്രമേ ബഡ്ജറ്റ് വെച്ചിട്ടുള്ളൂ. കോവിഡ് കാലത്ത് 155 രാജ്യങ്ങളിൽ ബഡ്ജറ്റിനകത്ത് വിഹിതം കുറഞ്ഞിട്ടുണ്ട് ഈ വർഷം വെച്ചേക്കുന്നത്. ഇന്ത്യയും 4.6% എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷനേക്കാളും കുറവാണ്. അപ്പം ഇത് വളരെ ആസൂത്രിതമായിട്ട് മുന്നോട്ട് പോകുന്നൊരു സ്ഥിതി തന്നെയാണ്. അപ്പോൾ ഇതിനെതിരായിട്ടുള്ള കൂട്ടായ പ്രതിഷേധം വേണമെന്നുള്ളതാണ്. ഇത് ഈ GST പോലുള്ള സംഗതി വന്നപ്പോൾ തന്നെയും അത് ആഗോളവൽക്കരണത്തിൻ്റെ ഇവിടെ പറഞ്ഞ വിഷയത്തിൽ ആഗോളവൽക്കരണത്തിൻ്റെ 30 വർഷക്കാലത്തെ അനുഭവങ്ങളിൽ ലോകത്തെ പല രാജ്യങ്ങളും ചെയ്തൊരു സമീപനം തന്നെയാണ്. ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് യൂറോപ്യൻ യൂണിയൻ ഉണ്ടായത്. യൂറോപ്യൻ യൂണിയൻ ഉണ്ടായതെന്ന് പറഞ്ഞാൽ ബ്രെക്സിറ്റ് എന്തുകൊണ്ടാണ്? ഞങ്ങൾക്ക് ആ ടാക്സും ആ നിയമങ്ങളും അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞാണല്ലോ ബ്രിട്ടൻ പുറത്തേക്ക് പോയത്. അവർക്ക് അനുഭവമുണ്ട്. ഗ്രീസ് എന്ന് പറയുന്ന രാജ്യം പൊളിഞ്ഞടുക്കിപ്പോയി, സാമ്പത്തികമായി തകർന്നു. കാരണം ഗ്രീസിനൊന്നും ഈ ഒറ്റ സെറ്റപ്പ് ആയപ്പോൾ അവർക്ക് അവരുടേതായ ടാക്സും നിയമങ്ങളും ഒക്കെ പാലിക്കാൻ പറ്റാത്തതുകൊണ്ട്. എന്നാൽ ഇന്ത്യ രാജ്യത്ത് ഈ ഒരു കാര്യം മാത്രമല്ല ചെയ്യുന്നത്. ഇപ്പം സംസ്ഥാനങ്ങൾ എന്തിനാണ് ഈ കാര്യമൊക്കെ ചെയ്യുന്നതെന്നാണ് അവർ ചോദിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോളിസി ഈ സമയത്തുണ്ടായത് ഈ നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈനാണ്. നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട അസറ്റുകളെല്ലാം വിൽക്കുക എന്നുള്ളതാണ്. ആ പ്രധാനപ്പെട്ട എല്ലാ അസറ്റുകളെല്ലാം വിറ്റിട്ട് അതിൽ നിന്ന് പണം ഉണ്ടാക്കുക. പഞ്ചായത്തുകൾക്ക് വരെ അവർ സർക്കുലർ അയച്ചു. പഞ്ചായത്തിന് ഫണ്ടിങ്ങിന് വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഇതേപോലുള്ള വല്ല ഹാളുകളോ സ്ഥലമോ ചന്തയോ സ്കൂളോ ഒക്കെ ഉണ്ടെങ്കിൽ വിറ്റ് പണം ഉണ്ടാക്കാൻ വരെയുള്ള ഡയറക്ഷൻ കൊടുക്കുകയാണ്. അപ്പം സ്റ്റേറ്റ് എന്ന് പറയുന്ന സങ്കല്പം തന്നെ ഈ തരത്തിൽ വേണ്ട എന്ന നിലയിലേക്ക് പോകുന്നു കേന്ദ്ര ഗവൺമെൻറ്. അവിടെയാണ് അതിൽ നിന്ന് വ്യത്യസ്തമായൊരു സമീപനമായിട്ട് കേരളം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ പല പഠനങ്ങൾ വരുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും മെച്ചപ്പെട്ട ആരോഗ്യരംഗം, വിദ്യാഭ്യാസ രംഗം, ഏറ്റവും മെച്ചപ്പെട്ട ക്രമസമാധാന രംഗം തുടങ്ങി എല്ലാ മേഖലകളിലും നമുക്ക് വലിയ അംഗീകാരം കിട്ടുന്നു, 1ാം സ്ഥാനം കിട്ടുന്നു എന്ന് മാത്രമല്ല, ഇൻഫ്ലേഷൻ്റെ റേറ്റ് വന്നപ്പോൾ ഇന്ത്യയിലെ വലിയ വിലക്കയറ്റം വന്നിപ്പോൾ ആ വിലക്കയറ്റം സാധനങ്ങൾക്കൊക്കെ തീവിലയാവുകയാണ്. ആ വിലക്കയറ്റം വന്നപ്പോൾ 9.1% അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ പല സംസ്ഥാനങ്ങളും ഉള്ളപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും വിലക്കയറ്റം കുറഞ്ഞ സംസ്ഥാനമായിട്ട് കേരളം വന്നു. 5.1% വന്നു എന്നുള്ളത് കേരളത്തിലെ ഗവൺമെൻറ് എടുക്കുന്ന നിലപാടുകളുടെ ഭാഗമാണ്. ആ നിലപാടുകളെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്
തരുന്ന ഫണ്ടുകൾ കുറയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ കേന്ദ്ര സംസ്ഥാന ധനകാര്യ കാര്യങ്ങളിൽ ഒറ്റയടിക്ക് ഇപ്പോൾ 17,000 കുറച്ചിരിക്കുന്നു, ഇനിയും ഒരു 10,000 15,000 വെട്ടാനായിട്ട് ആലോചിക്കുമ്പം അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. 1,17,000 കോടിയാണ് കഴിഞ്ഞ വർഷം ആകെ ഈ ഗ്രാൻറ്റും മറ്റു കാര്യങ്ങളും എല്ലാം കൂടി കിട്ടിയത്. തനതായിട്ടുള്ള ടാക്സും മറ്റും എല്ലാം കൂടെ 10,000-70,000 കോടിയേ ഉള്ളൂ. 1,17,000 കോടി അല്ലാതുള്ള ഗ്രാൻറ്റുകളും മറ്റും എല്ലാം കൂടി കിട്ടി. പിന്നെ ബാക്കി ബോറോയിങ് ആണ്. ആ 1,17,000 കോടിയിൽ 17,000 കോടി ഇപ്പം കട്ട് ചെയ്ത് കളഞ്ഞു. 10,000 രൂപ ശമ്പളം കിട്ടുന്ന ഒരാൾക്ക് 1,700 രൂപ കുറഞ്ഞാൽ എന്ത് പറ്റും? അതിൻ്റെ കൂടെ വീണ്ടും വെട്ടാൻ നിൽക്കുകയാണ്. എന്നാൽ സംസ്ഥാനത്തിന് അങ്ങനെ വലിയ ദാരിദ്ര്യം ഉണ്ടായിട്ടോ കേന്ദ്രത്തിന് എന്തെങ്കിലും ബാധ്യത ഉണ്ടായിട്ടല്ല. ഇത് കേരളത്തിൻ്റെ മാത്രം പ്രശ്നമല്ല. തമിഴ്നാട്, ആന്ധ്ര, ഇതൊക്കെ UP ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഈ ഇന്റേണൽ മീറ്റിങ്ങിൽ അവരുടെ അഭിപ്രായം പറയാറുണ്ട്. ഈ ടാക്സ് സംബന്ധിച്ച് GST കൗൺസിലിൽ എല്ലാ സ്റ്റേറ്റുകളും നേരിടുന്ന പ്രശ്നമാണ്. നമുക്ക് കടത്തിൻ്റെ കാര്യമെടുത്താൽ കേരളത്തിന് വളരെ ഭീകരമായിട്ടുള്ള കടമുണ്ട് എന്ന് പറയാനും പറ്റില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം GSDPയും ഡെറ്റുമായിട്ടുള്ള റേഷ്യോയിൽ നമുക്ക് 3.9% ആണ് ഉണ്ടായിരുന്നത്. 3.9% എന്നുള്ളത് 3.7% ആണ് ബഡ്ജറ്റിൻ്റെ അക്കൗണ്ട് വന്നപ്പോൾ, അത്രയേ ഉള്ളൂ. ഏകദേശം പറഞ്ഞതിന് താഴെയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിന് 6.9% ഉണ്ടായിരുന്നു. അത് അവസാന കണക്ക് വന്നപ്പോൾ 6.4 കേരളത്തിന് അവർക്ക് ഈ നിയമം ബാധകമാണ്. കേരളത്തിൻ്റെ ഇരട്ടി ഈ GSDP ഡെറ്റ് റേഷ്യോ ഉള്ള സ്ഥലമാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക നയം. അതിനൊപ്പം അവർക്ക് GDPയുടെ 61% ആണ് അവരുടെ ആകെ ബോറോയിങ്. അത്രയും കടമുണ്ട്. ആകെ 2 കോടി ലക്ഷം രൂപ GSDP ഉള്ളപ്പോൾ അതിൻ്റെ 61%ഉം കടമുണ്ട്. ആകെയുള്ള സഞ്ചിത കടം നമുക്ക് 35% 37% താഴെയാണ് കേരളത്തിനുള്ളത്. അപ്പോൾ ആ തരത്തിലുള്ള കണക്കുകളൊന്നും നോക്കിയാൽ ഇതല്ല. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് വഴി മുന്നോട്ട് പോകാനുള്ള നയങ്ങളാണ് നടപ്പിലാക്കുന്നത്. ഇപ്പോൾ ഇതിനെ ഒന്നും അംഗീകരിക്കാത്ത, ഇതിനെയൊക്കെ ശ്വാസം മുട്ടിക്കുന്ന തരത്തിലുള്ള സമീപനങ്ങളുമായിട്ടാണ് കേന്ദ്ര ഗവൺമെൻറ് പോകുന്നത് എന്നുള്ളതാണ് പ്രശ്നം. ഇന്ത്യയിലെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളും ഈ പ്രശ്നം ഉയർത്തിക്കൊണ്ട് വലിയ പ്രതിരോധത്തിലാണ്. ഇപ്പോൾ തന്നെ ഈ കോമ്പൻസേഷൻ്റെ കാലാവധി നീട്ടുക, അല്ലെങ്കിൽ ഈ അവരുടെ GST നിരക്കിൻ്റെ 50-50 അല്ല 60-40 എന്ന നിലയിലോ ഒക്കെ സംസ്ഥാനത്തിന് കൂടുതൽ തരിക തുടങ്ങിയ ഡിമാൻഡുകൾ അതിശക്തമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം കാര്യങ്ങൾ നടക്കുന്നൊരു ഘട്ടത്തിലാണ്. അതുകൊണ്ട് പട്ടാളം വരെ സ്വകാര്യവൽക്കരിക്കാൻ തീരുമാനിക്കുകയും 4 വർഷം കോൺട്രാക്റ്റിന് കൊടുക്കുകയും ചെയ്യുന്ന ആളുകളാണ് കേരളത്തിലെ സർവീസ് മേഖലയെ പറ്റിയൊക്കെ വലിയ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കാണണം. ഞാൻ മറ്റ് സ്ഥലങ്ങളിലെ കമ്പാരിസൺ ഒന്നും പറയുന്നില്ല. ബേബി സേവ് പറയുമെന്ന് ഞാൻ കരുതിയത്. ബംഗാളിലെ സ്കൂൾ അധ്യാപകർക്ക് കഴിഞ്ഞ എത്രയോ മാസമായിട്ട് ശമ്പളം കൊടുത്തിട്ടില്ല. ഏറ്റവും വലിയ സ്കൂൾ അധ്യാപക വലിയ വൈപുല്യമായ സ്ഥലമാണ്. കേരളത്തിൻ്റെ സ്വഭാവവും മറ്റ് സംസ്ഥാനങ്ങളും നോക്കുമ്പോൾ ബംഗാളിൽ ത്രിപുരയിലെ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാനായിട്ട് അവർ പറഞ്ഞത് ഞങ്ങൾ 7th പേ കമ്മീഷൻ കൊടുക്കുമെന്നാണ്, DA കൊടുക്കുമെന്നാണ്. ഒരു പൈസയും കൊടുത്തിട്ടില്ല ത്രിപുരയിലെ. ഇപ്പോൾ അവിടെ വലിയ ജീവനക്കാർ 1,00,000 പേരുണ്ട്. അവിടെ വലിയ നമ്പർ ജീവനക്കാരുണ്ട്, വലിയ തോതിൽ ജീവനക്കാരുള്ള സ്ഥലമാണ്. ബംഗാളിലെ ഒരു സഖാവ് കഴിഞ്ഞ ദിവസം പാർട്ടി കോൺഗ്രസിന് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ബംഗാളിൽ മമതാ ബാനർജി പറയുന്നത് കേരളത്തിൽ പങ്കാളിത്ത പെൻഷൻ ആക്കിയിട്ടുണ്ട്, ഞങ്ങൾ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ തന്നെ എപ്പോഴും തുടരുന്നതെന്ന് പറഞ്ഞു. അതെന്താ സ്ഥിതി? ഞാൻ പറഞ്ഞു പങ്കാളിത്ത പെൻഷനാണ് 10-13 കുറച്ച് വർഷമായി, അതുകൊണ്ട് നമ്മളതിൻ്റെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, എങ്ങനെയാണ് പ്രായോഗികമായി ചെയ്യാൻ നോക്കുക. പക്ഷേ ബംഗാളിൽ എത്ര പേരെ കഴിഞ്ഞ 11 വർഷത്തിനിടയിൽ സർക്കാരിൽ അവർ എടുത്തിട്ടുണ്ട് സ്ഥിരമായിട്ട്? എന്നിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ അറിവ് 14,000 പേരെ എടുത്തെന്നാണ്. അപ്പോൾ ആ സഹ പറഞ്ഞാൽ 14,000 പേരെ ഇല്ല, 10,000 താഴെ പേരെ മാത്രമേ കഴിഞ്ഞ 11 വർഷമായിട്ട് ബംഗാളിൽ സംസ്ഥാന ഗവൺമെൻറ്റിൽ അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കി എടുത്തിട്ടുണ്ട്, എല്ലാം കോൺട്രാക്റ്റാണ്. കേരളത്തിൽ 2.5 ലക്ഷത്തിലധികം ആളെയാണ് ഇതേ കാലയളവിൽ സംസ്ഥാന സർക്കാരിൻ്റെ എടുത്തേക്കുന്നത്. കേരളത്തിലെ സ്കൂളുകളും മറ്റ് സ്ഥലത്തെ സ്കൂളുകളും കോളേജുകളും ഒക്കെ നോക്കിയാൽ ഈ കണക്കുണ്ട്. ഇത്തരം ഈ ഒരു സമയത്ത് അത് എടുക്കാനുള്ള സമയമല്ല. എങ്കിലും ഒരു ഉദാഹരണം ഞാൻ പറയാം. ആന്ധ്രാപ്രദേശിൽ തെലങ്കാനയിലെ ഒരു പരിപാടിക്ക് പോയപ്പോൾ അവിടുത്തെ സഹാക്കൾ സംസാരിച്ച സ്കൂളുകളുടെ കണക്ക്. ഇപ്പം തെലങ്കാന സാമാന്യം നല്ല പോലെ ആന്ധ്രയും വിദ്യാഭ്യാസ രംഗം ശ്രദ്ധിക്കുന്നതാണ്. തെലങ്കാനയിൽ 3,70,00,000 പേരുണ്ട് ജനസംഖ്യ. അവിടെ 3,600 സ്കൂളാണ് ഉള്ളത്. നേരത്തെ 3,000 ഉള്ളായിരുന്നു, പുതിയ സ്റ്റേറ്റ് ആയപ്പോൾ ഒരു 600 സ്കൂളിൽ വർദ്ധിച്ചു. ആകെയുള്ള ആന്ധ്രയിൽ, സംയുക്ത ആന്ധ്രയിൽ 8 കോടി ജനങ്ങളുള്ള സംയുക്ത ആന്ധ്രയിൽ ആകെയുള്ള സ്കൂളുകൾ 6,500-നടുത്തോ മറ്റുമാണ്.
ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇത്രയും ജനങ്ങളുള്ള കേരളത്തിൽ 13,400 സ്കൂളാണ് ഈ കേരളത്തിലുള്ളതെന്ന് ഞാൻ പറഞ്ഞു. അവർ അത്ഭുതപ്പെടും. 13,400 സ്കൂൾ എയ്ഡഡും അൺഎയ്ഡഡും. ഞാൻ പറഞ്ഞു ഗവൺമെൻറ് ശമ്പളം കൊടുക്കുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു 35 വർഷം സർവ് ചെയ്ത ഒരു ടീച്ചർ പ്രൈമറി സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്തു. എന്നെ കണ്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞു, സാറേ ഞാനിപ്പോൾ റിട്ടയർ ചെയ്തു. ഞാൻ ചോദിച്ചു എത്ര ഉണ്ടായിരുന്നു ശമ്പളം അവസാനം കിട്ടുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ പറയുന്നില്ല. ഞാൻ പറഞ്ഞു എന്നോട് പറഞ്ഞോ ഞാൻ ഈ കണക്കൊക്കെ കിട്ടുമല്ലോ, വേറെ ഒന്നും അറിയാൻ വേണ്ടിയിട്ടാണോ. 1,13,000 രൂപ ഉണ്ട്. അത് ഞാൻ പറഞ്ഞ കേരളത്തിലെ ഒരു അവസ്ഥയും എങ്ങനെയാണ് സ്കൂൾ മേഖല, അല്ലാതെ ഏറ്റവും ഉയർന്ന അധ്യാപകർക്ക് മാത്രമല്ല എല്ലാ മേഖലയിലും ആ തരത്തിൽ കൊടുക്കുന്ന തരത്തിലുള്ളതാണ്. അത് ഈ സ്കൂളുകളുടെ വൈപല്യവും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും. ഇപ്പോൾ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയോടൊത്ത് സ്കൂളിലെ പാഠപുസ്തക വിതരണത്തിൻ്റെ ദിവസം പങ്കെടുത്തു. 4,85,00,000 ബുക്കുകളാണ്, പുസ്തകങ്ങളാണ് ഫ്രീ ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഏകദേശം 5 കോടി 8ാം ക്ലാസ് വരെയുള്ളവർക്ക്. ഈ വ്യത്യാസം കേരളത്തിലുണ്ട്. ഈ വ്യത്യാസം നമ്മൾ 4,000 ചില്ലുവാനും കോടി രൂപയാണ് കഴിഞ്ഞ വർഷം ഈ കോവിഡിൻ്റെ സമയത്ത് പൊതുവിതരണ സമ്പ്രദായത്തിന് കൊടുത്തത്. ആ കൊടുത്തത് കൊണ്ടാണ് കേരളത്തിലെ പൊതുവിതരണ സമ്പ്രദായം ഈ റിസർവ് ബാങ്കും മറ്റ് സ്റ്റഡിയിൽ പറഞ്ഞത് ഇവിടെ വിലക്കയറ്റം ഏറ്റവും കുറവാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഏറ്റവും ലോകത്തിലെ കഴിഞ്ഞ 40-49 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ വിലക്കയറ്റമാണ് വരാൻ പോകുന്നതെന്നുള്ള കാഴ്ചപ്പാടോടുകൂടി തന്നെ രാജ്യം മുന്നോട്ട് പോകണം. ഭക്ഷ്യസുരക്ഷയിലും പ്രൊഡക്ഷനിലും ശ്രദ്ധിക്കണം. ഇതിനൊക്കെ പണം മാറ്റിവെച്ച് പരിമിതിക്കകത്ത് ചെയ്താലേ കഴിയൂ. വിദ്യാഭ്യാസ രംഗത്തും ഉന്നത വിദ്യാഭ്യാസ രംഗത്തും വ്യവസായ രംഗത്തും ഒക്കെ കൂടുതൽ ജോലിയും പ്രൊഡക്ഷനും ഉണ്ടാക്കാൻ നേരത്തെ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞ് അവസാനിപ്പിച്ച നമ്മുടെ ആളുകൾ ജീറിയാട്രിക് സമൂഹമായി കേരളം മാറുന്നതിന് പകരം ജീറിയാട്രിക് ഏജ് കൂടുന്നത് നല്ലത്, ആരോഗ്യവും ആയുസ്സും കൂടുന്നതുകൊണ്ടാണ്. 16% പേര് 60 വയസ്സിൽ കൂടുതലുള്ളത്. ഇപ്പോൾ അതൊരു 10 വർഷം കൊണ്ട് 25% ആവും. അങ്ങനെ വരുമ്പോൾ കൊച്ചുകുട്ടികൾ 20 വയസ്സിൽ താഴെയുള്ളവരായിരിക്കും ബാക്കി. 50% ആളുകൾ ഏറ്റവും കൊച്ച് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഇല്ലാത്ത യങ്ങർ ജനറേഷനും പുതിയ ജനറേഷനും ബാക്കി പ്രായമുള്ളവരാകുമ്പോൾ ബാക്കി 50%. ആ 50%ത്തിൽ പകുതി ആളും ജോലി അന്വേഷിച്ച് വിദേശത്തൊക്കെ പോവുകയും വീട്ടിൽ പ്രായമായ അപ്പനും അമ്മമ്മയും മാത്രമായി ഇരിക്കുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ പ്രായമുള്ളവർക്ക് ആരോഗ്യ പ്രശ്നമുള്ളവർ മാത്രമാകുന്ന ഒരു സമൂഹമല്ല വേണ്ടത്. കേരളത്തിൽ അടിസ്ഥാന സൗകര്യം ഉണ്ടാകണം. അതുകൊണ്ട് 25 വർഷം കഴിയുമ്പോഴെന്തൊക്കെ വേണമെന്ന് ഇപ്പോഴേ ആലോചിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അടിസ്ഥാന സൗകര്യം, പുറത്തു പോകുന്ന ആളുകൾ, പുറത്തെ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടെ വന്ന് ജോലി ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറണം. അതിനു വേണ്ടിയിട്ടുള്ള കാഴ്ചപ്പാടാണ് നമ്മൾ ഓരോ രംഗത്തും വെക്കുന്നത്. 42 ലക്ഷം കുടുംബങ്ങൾക്കാണ് ഇവിടെ ഈ ആരോഗ്യ സ്റ്റേറ്റ് ഹെൽത്ത് അതോറിറ്റി അനുസരിച്ചിട്ട് ചികിത്സ 3 ലക്ഷം രൂപ വരെ കൊടുക്കുന്നത് സംസ്ഥാനത്ത്. 42 ലക്ഷം കുടുംബങ്ങൾക്ക് കേരളത്തിൽ കൊടുക്കുന്നത് സർക്കാർ ചെലവിൽ. 57 ലക്ഷം കുടുംബങ്ങൾക്കാണ് നമ്മുടെ സാമൂഹ്യ ക്ഷേമ പെൻഷൻ 1,600 രൂപ വെച്ച് കൊടുക്കുന്നത്. അത് കൂടാതെ വേറെയും പെൻഷനുകൾ കിട്ടുന്നുണ്ട്. ഇങ്ങനെയൊക്കെയല്ല ഒരു സംസ്ഥാനം. ആ സംസ്ഥാനത്തിനെ ശ്വാസം മുട്ടിക്കുക, ഇന്ത്യയിലൊരു വ്യത്യസ്തമായ ബദൽ മാർഗമാണിത് എന്ന് കണ്ടുകൊണ്ട് ഇതിനെ ശ്വാസം മുട്ടിക്കാനുള്ള ശ്രമമാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ സാമ്പത്തിക ബന്ധങ്ങളിലെ ഇപ്പോഴത്തെ അവസ്ഥ വീണ്ടും ശക്തമായി സംസ്ഥാനങ്ങളാകെ തുറന്നെതിർത്ത് നമുക്ക് ന്യായമായി കിട്ടേണ്ട വരുമാനം, നമുക്ക് ന്യായമായി കിട്ടേണ്ട നമ്മുടെ വിഹിതം കിട്ടാനുള്ള വലിയ പ്രവർത്തനം നടത്തിയേ കഴിയൂ. അല്ലെങ്കിൽ സംസ്ഥാനങ്ങളെ, ചെറിയ നാട്ടുരാജ്യങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്ന് ഇന്ത്യ യൂണിയനിൽ ഞങ്ങൾ നിൽക്കാമെന്ന് പറഞ്ഞത് ഈ സംസ്ഥാനങ്ങളുടെ ഓരോരുത്തരുടെയും ഏറ്റവും ന്യായമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നുള്ളതുകൊണ്ട് ആ സംരക്ഷിക്കാനായിട്ട് നിന്നില്ലെങ്കിൽ അതിനെതിരായിട്ട് ഏറ്റവും വലിയ ശബ്ദം ഉയരേണ്ട ഒരു സമയം തന്നെയാണ്. അതിനുള്ള ശബ്ദം ഉയർന്നു വരുന്നുണ്ട്. അത് കൂടുതൽ സജീവമാക്കേണ്ട ഒരു ഘട്ടത്തിലാണ്. അപ്പോൾ ധനകാര്യ ബന്ധം ഏറ്റവും പ്രധാനപ്പെട്ട കോർ സെക്ടറിലെ ബന്ധം എന്ന നിലയിൽ അതും മറ്റ് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക കാര്യങ്ങളിലും എല്ലാം ഇടപെടേണ്ട ഒരു ഘട്ടം തന്നെയാണ്. ഈ 30 വർഷത്തെ അനുഭവത്തിൽ കൂടി നമുക്ക് ഇപ്പോഴത്തെ ഇന്ത്യ പ്രദാനം ചെയ്യുന്നത്. അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്യാൻ ഇത്തരം ചർച്ചകൾ സഹായകരമാകും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഫ്രണ്ട് ലൈൻ ഇക്കണോമിക് ജേർണലിസ്റ്റ് ശ്രീ വി ശ്രീധർ അവർകളെ ധനമേഖലയിലെ പരിഷ്കാരങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് സാദരം ക്ഷണിക്കുന്നു. Comrade Balagopal, Comrade Baby, other comrades on the dais and friends. Today I will speak about the fate of life insurance in neoliberal times. And because life insurance is synonymous, LIC is synonymous with life insurance, it will be the story of what is happening to LIC and what is being done. Now, today in the morning, Comrade Sitaram made this point that the state, the might of the state is being
unabashedly used in favor of the capitalist class without any pretense of being neutral. That is the new modus operandi. Now, I'd like to add one more characteristic to this, in the sense that the neoliberal logic is like an invasive disease. It corrupts and destroys any possibilities of greater common good. In the financial sector, we've already seen what is happening to the banks, how they have been run down and how they are being prevented from mitigating inequalities, promoting development, and so on. These objectives which they have served admirably well for the last several decades. But in the case of insurance, in the case of life insurance, this is truly remarkable. I mean, the scale on which this undermining of LIC is happening is completely outrageous. I have written elsewhere that this is the recently floated IPO is India's biggest privatization scam. I mean, I have written about it, but I'll come to that later. That is just one part of the issue. The fact that it's a scandalous is one part of it. But before we get into this, I want to highlight a few characteristics of life insurance. It's important because there is much of misleading commentary in the media, particularly in the media, and the LIC is a classic example of how the media has been totally subservient and has proved as illiterate as anybody else. I mean, in the sense that basic concepts of insurance, basic concepts of company ownership and so on have been absolutely, I mean, they have just shown total ignorance about it. Basic questions have not been asked of the government. So I'll get into, so basically I will highlight 4 characteristics of life insurance. Why it is different and what is special and specific to life insurance. The first thing is that life insurance is a defensive investment. It's a defensive instrument in the sense that it is not meant to, when you invest in, say, a fixed deposit or anything, any other in bonds or shares or whatever, you are expecting a certain return on that investment, and that is the way you evaluate different financial assets. You say, this is giving me this much, that is giving me something else, and that is giving something else. So that is the way you go. But with life insurance, it's different. Life insurance is basically a protective financial instrument. Why do you get life insurance? You get life insurance so that in the unfortunate event of the policyholder's death, at least a part of the flow of income that was being provided by this family member is available to the family as a corpus. So that is the purpose of life insurance. Life insurance is not, and so yields are not everything. The returns, the rate of interest and all of that is secondary. So that's the first thing. The second thing is that these are typically long-term contracts. So you're talking about investments, you're talking about a life insurance policy about 20 years, 25 years, 30 years, or even more. So these are long-term contracts. For the insurer, there are risks in predicting the risk of such a long-term contract. You know, we live in a world where we can't predict what the inflation and the interest rate will be in the next quarter. The RBI is not able to predict. So, I mean, so we live in such an uncertain world. So for the insurer to be able to predict returns over such a long time horizon, say 25, 30 years,
So predominantly there are two kinds of risks. One is, what will be the rate of interest in these 25 years? How will it be? You don't know. So you have to forecast those returns. What will be the rate of inflation? So interest will imply what the returns will be for the insurance company, and inflation will have the impact of costs of the servicing this insurance policy, because it will depend on salaries of employees, it will depend on the overhead costs and so on. So these two are the key variables that are uncertain over the long period of time. Now, these are risks, but there are risks for the policyholders. What is the biggest risk for the policyholder? The biggest risk for the policyholder is that when the unfortunate event of the death happens, will that company be around to service that policy? So the question of trust becomes very important in life insurance, and historically, and I'm not even talking about life insurance LIC, I'm talking about insurance companies all over the world. In the advanced capitalist countries, we are talking about some of the biggest insurance companies in the world. Prudential, we are talking about MetLife, we're talking about Phoenix. All these companies were structured as what are called mutual associations. Mutual association is what? Is just like a cooperative. It's another fancy name for a cooperative. Basically, the members of the cooperative, members of the mutual association are also the policyholders. So the policyholder and the shareholder are fused into a single relationship. So there is no question of expropriation of profits outside these people. So that provides an element of trust for the policyholder, because he knows that the owner of the company is not going to run away when the risk arises. Now, this is the background in which LIC was established. LIC was established in 1956, and it was similar to this structure, but with a very significant difference in the sense that the government acted as a trustee, not an owner. Why do I assert that the government was not an owner but a trustee? I point to several facts. One is that between 1956, when LIC was established, and 2011, that means 55 of its 66 years of existence, the government provided rupees 5 crores in total to the LIC to conduct its business. That means that the entire expansion of LIC's business was through policyholders' funds. So it was like a perpetual machine which was generating profits and which was plowed back into business, and it was giving returns to policyholders. And mind you, when LIC was established, it was established by taking over 245 insurance companies of various types. And the compensation for those insurance companies came from policyholders. So that 5 crores which the government gave was wiped out long back. There was nothing more that the government provided. In 2011, the government provided another 95 crores, but even that 95 crores was part of the dividends that was paid by LIC to the government. So it was not as if the government had put in money from somewhere else. It came from the business. No, but the most striking feature of why we regard LIC as a cooperative and not one in which the government is the shareholder is the fact that 95% of the surplus in insurance, you don't call it profits, you call it surplus, because it is estimated based on actuarial conditions. Actuarials are those who make
I mean, it's a specialized insurance, profession, which estimates longevity and so on, and then estimates risk, and so it makes an estimate of profits. So that's called actuarial surplus. Actuarial surplus is provided, so 95% of those surplus was going to the policy holders. So obviously, why would the government want to give 95% to the policy holders? It was simply because the government regarded the policy holders as the true owners of this company. In fact, even the interesting thing is that even that 5 crores which was provided by the government in 1956 was not categorized as equity capital. It was not categorized as equity capital. And even more interesting, which is very rare, this 5 crores, when the government made this investment in LIC, it had the provision to withdraw this, which can only mean one thing, that the government always envisaged this as a cooperative institution. It meant to withdraw from this and function only as a trustee of this organization. Now, so this is the reason why I truly regard LIC as a cooperative institution and not one in which the government becomes a shareholder and claims that it is the shareholder. In fact, there is a petition in the Supreme Court challenging this in the Supreme Court that that this is done with malified intent, and that you can't sell something that you do not own. So that is the thing. Now, over a period of time, after 1956, LIC made several innovations in the way it crafted its policies. One thing was that, one of the interesting things about LIC was that LIC was functioning in a society which was highly unequal, poor, and diverse. And so, over a period of time, it designed and developed policies which appeal to a large segment of the Indian population, which is what we see today. We have something like 240 million policies. I mean, considering the size of India's population, this is a truly remarkable achievement. So one of the innovations it made was in what are called participatory policies. Participatory policies, see, an insurance policy basically has 2 costs. One is the risk of you dying early, which is the cost that you pay to the insurance company, and the cost of servicing the policy, that is the inflation and so on, the increase in costs while this policy is being serviced over a long period of time. But LIC introduced something, a layer of a savings instrument on top of this LIC policy, which proved to be extremely attractive because it offered stable and secure returns over a long period of time. What everybody, I mean, the ubiquitous thing of the bonus in LIC policies, which is one of its most, one of the reasons why it has appealed to people, why it becomes so popular, is because of this bonus. Now, so in 2021, first in 2020, when Nirmala Sitharaman made the cryptic announcement in that budget of 2020, which was washed away in the pandemic, when she made this cryptic announcement that she was going to disinvest LIC. But it sent shock waves because how can you sell something that you do not even own? You don't, I mean, the government couldn't claim to be owners of LIC. LIC was not even structured as a company. A company means shareholders, there is a board and there are audit committees and all of these things that makes it comply with the Companies Act. LIC had none of this. And so this irresponsible statement sent tremors among policyholders
And nothing was done till of course the next year. But in 2021, going behind the back of Parliament and avoiding Parliament, it introduced major changes to the LIC Act through the finance bill. I mean, if you look at the finance bill, it is, last year's finance bill is truly unique. It runs into, I mean, most of it is about LIC because it runs into pages and pages and pages of things pertaining to LIC, but three important changes were made. One is that, it made LIC comply with the Companies Act. So it had all those things which were necessary to characterize it as a company before it could be sold. Second, the share of surplus going to policy holders was reduced to 90% from 95%. Okay? And then the third one was the bifurcation of this life fund. LIC had the entire corpus that is available for investment with the LIC is called the life fund. LIC never had to make a bifurcation of these participatory and non-participatory policies simply because it was a single corpus into which participatory policy holders also participated in the risk on those policies. So 95% of that entire corpus was given to policy holders. This was changed to first one part was changed from 95 to 90, and the other part going to non-participatory policy holders. From 95 it went to 0. From 95% of the profits it went to 0. Now let's come to this valuation scandal. Why I call this a huge scandal? Where does the scandal emerge from? Now see, in the literature, in the media, there has been very little critical scrutiny of the valuation, the methods of valuing LIC. So what has been done is that they have used something called the embedded value. Now most of my research is based on critical help that I have got from comrades from the All India Insurance Employees Association, and what I have learned in this last 6-8 months is that the embedded value is very interesting. It's a very recent concept. It arose out of the global financial crisis when, it was there a little earlier, but it primarily arose after the global financial crisis in 2008-2009, when many insurance companies collapsed. So when this happened, these collapsed insurance companies were being gobbled up by other entities. So these so-called new, these companies which were looking for targets to acquire wanted to value. So how do you value? You call this, the embedded value is basically the net present value of its future profit streams. So this is the limited approach. So valuation is always, in the media, if you see, valuation is seen as a very technical exercise, purely academic, and it is impartial. All that is rubbish. I am saying this seriously. One of the persons, Dr. Ashwath Damodaran, he is considered a valuation guru. This is what he says about valuation. He says, valuation, I'll just paraphrase what he says. He says, valuation is like beauty. It lies in the eyes of the beholder. So there is no such thing as this is the exact value of something.
what is done is basically it is based on a series of assumptions and there is a logic to it. So when you say embedded value ignores certain very major things. One, we know that LIC is one of the top realtor owners in India. You walk into any Indian city, anywhere, whether it's a metro or a small town or anywhere, the most important landmark properties in those cities will belong to LIC. I mean, it owns properties across the length and breadth of this country. Significantly, embedded value doesn't include any of it. It doesn't even pretend to include the book value. In all these years, LIC never had to make an estimate of its real estate assets because there was never any need. Because its logic was that if its assets were valued at less than their current market value, it is safer for the policy holders. So why bother to value it at all? So that was the logic which guided LIC. Now that is one. Secondly, we know LIC is the most popular brand in India. There is no brand in India which is as well recognized across India as LIC is. Normally, when you acquire a company, you would value its goodwill, you will value its brand value, you would pay something for it. The Tata companies actually charge their group companies something for their brand value. This is what happens in the corporate sector. But here, that is not taken into account. So we are talking about a huge amount of the value being excluded from this exercise, in this valuation. But even that, once the embedded value is estimated, the embedded value is supposed to be the floor basic minimum price of which the worth of the company. So what happened was this: in March 2021, this is according to Milliman Advisors, an American advisory company which was asked to do a valuation of LIC. They spent about 1.5 years, and this is what they came up with. They said LIC's embedded value in March 2021 was 0.96 lakh crores. The valuation in September done by the same agency jumps to 5.4 lakh crores. That's a jump of, say, about more than 500%, okay, in a span of 6 months. How did this happen? What caused this to happen? Nothing in LIC's business changed so dramatically in those 6 months. This is the reason, how it happens is the way in which you have basically you have seized control of the policyholders' funds. We're talking about 36 lakh crores in the LIC's corpus, okay, what is called the life fund, of which, when the bifurcation happened, about 1/3 was in non-participatory policies, that part of the fund. Remember, that is about, so that entire profit from that portion of the fund, of which 95% used to go to the policy holders, is now being completely expropriated in favor of the shareholders, including the new shareholders. That is and as I said, what is embedded value? Embedded value is the future profit streams arising from the net present value of future profit streams. So naturally, if you hijack 1/3 of the corpus and hand it over to somebody else, his returns would increase so dramatically. So that is the scale of the thing. Now, on top of that, when the embedded value was announced, I calculated the embedded value. Normally, you use a multiplication factor
to arrive in the case of all the initial public offers of all the other insurance companies all over the world and including in India, they apply a multiplication factor because embedded value, even they accept that the embedded value doesn't fully capture the value of this company, so they apply a multiplication factor. Now I looked at the multiplication factor, and these are not my figures, these are there in publicly available documents. In the case, we have 3 points of comparison, 2.49 in the case of ICICI Prudential, 3.55 something in the case of SBI Life, and 3.96 in the case of HDFC Life. The multiplication factor at the rate of 949 per share, which was the IPO, which is what the LIC IPO went for, works out to 1.1. This is the largest insurance company with a market share of roughly 2/3, and in terms of the premium income, and about 3/4 in terms of the number of policies, and you value it at such a discount compared to these much smaller companies. And that is where the really scandal is. So I've calculated this so the loss to the exchequer ranges between something like 26,000 crores to about 55,000 crores if you use the HDFC Life comparison and so on. So this is why it is India's biggest ever privatization scandal. I know that no privatization exercise will ever get the price right, because that is the logic of privatization, that you sell it at a cheaper price to a private company. That is the logic of privatization, but even so, the scale of this loss is truly staggering. Now I'll just end with something about where LIC may head, in the light of what is happening in the last few weeks since the IPO. Basically, what we are seeing is that the contradiction between the interests of the policyholders and the interests of the shareholders are irreconcilable, because they are necessarily based on the expropriation from one to another. And that is where, so you can't satisfy the shareholders and the policyholders at the same time. If you can't satisfy the shareholder, then the price will drop, and the company won't find investors. But even more seriously, if you can't satisfy the policyholders, and if you actually convince them that they are being cheated all the time, then LIC will lose its relevance. Why would anybody want to keep investing staying with LIC, a company where policyholders' interests are not taken into consideration? Now, in the last, so these are some of the directions in which the LIC may go in the days ahead. What is the game plan? Basically, they will reduce the fall in the market price. Basically reflects a pressure that is coming from, when you say the market price, what is the market price? What is the market price of an LIC share in the National Stock Exchange? It's basically those who are existing shareholders and potential shareholders, how do they look at this share? What price are they willing to pay for it? That's basically the market. But we are talking about a market which is only 3.5% of the total number of shares issued. So it's a very thin slice. So it can, even a small number of people can make it go up and down quite significantly without there being any real ramifications. But what is one of the possibilities is that the market, as I said,
is comparing LIC with its peers, that is HDFC Life and the other private insurers, and they're saying, they are demanding that LIC do these things. One, reduce participatory policies because shareholders' margins are lower on these. Increase average ticket size of policies. The reason for LIC's runaway popularity was the fact that it served every single income class in India. So you had micro policies for very small amounts, and you had much higher value policies for those higher up on the income stream. So you had a very wide. So its average ticket size of an LIC policy was something like 16,000 compared to the private insurers' ticket size of say 1 lakh, around 1 lakh. So the difference is between 1 and it's about 6-fold. Okay, so the demand that the market is placing is that remove these small ticket size policies. There is no need to service them. Look for higher premium policies, forget the lower end, and focus purely on the cream and become like us. Why do you want to serve this class of people? Be like us. That's the demand. And that's what the market is saying. Increase equity-linked schemes. That is, private insurance companies have a large proportion of their policies in equity-linked schemes. That is, policies which are linked to the share market, in which the insurance company bears no risk at all. So it is perfectly happy to service an equity-linked policy, and LIC did very little of this. I believe it has started increasing already the share of these equity-linked policies, and the chairman is on record saying that he wants to do it, but they were just about 3% of the total premium income about 2-3 years back. So that is the big shift that is being planned. Then eliminate cross-subsidization of policies. That is, if you are serving a wide section of society, it would require you to do some cross-subsidization, so you reach out to poorer sections while charging a little more for those who can afford more. So this is a perfectly logical approach for any company in a situation where the market is very segmented, very different for different people. So this is then generally reduce share of surplus for policyholders while increasing returns for shareholders. So this is basically the thrust. And the market is basically demanding that LIC behave like a clone of the private companies. And that is where this pressure is coming from. But in the last 3 decades, the LIC, the financial sector reform started very early, but it has taken very long to press forward for both the Congress and the BJP governments in all these years, because the resistance, and particularly from the unions, has been much stronger than they had anticipated. So it has taken a very long time. But we cannot leave it to the unions to fight this battle anymore, because LIC pioneered the notion of insurance for everybody, and that is now being changed to insurance for few. So we all have a stake in this, and unless there is a wider mobilization which in support of the employees themselves who are fighting this, and because it is a fight that needs to be fought by all of us, unless that is done, the government will find it easy to press ahead. This 3.5% sale is just the beginning of this thing, and it is already evident that in the next 1 or 2 years they may come up with a fresh issue,
And so I think a wider popular mobilization is absolutely critical to save this unique institution. I mean, there is nothing like LIC anywhere in the world, and we need to protect it. Thank you. ഈ എന്തെങ്കിലും സംശയങ്ങൾക്കുള്ള മറുപടി എന്നൊക്കെയുള്ള ഒരു സമ്പ്രദായം ഉണ്ടല്ലോ. അപ്പോൾ അധ്യക്ഷൻ പറയുന്ന ഒരു സംശയവും വന്നിട്ടില്ലെന്നാണ്. അപ്പം അതുകൊണ്ട് ഒരു സംശയം നിങ്ങൾക്ക് എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളത് ചോദിക്കാൻ വേണ്ടി ഞാൻ വന്നിരിക്കുകയാണ്. ആ സംശയം വിദ്യാഭ്യാസ രംഗത്തെ ഒരു ഗുരുതരമായ ഇന്നത്തെ പ്രശ്നത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം ഉയർത്താൻ വേണ്ടി നടത്തേണ്ട ശ്രമത്തിൽ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്നുള്ള സമീപനത്തിൽ തിരുത്തലുണ്ടാവണം, അധ്യാപകരുടെ ഭാഗത്ത് നിന്നുള്ള സമീപനത്തിലും തിരുത്തലുണ്ടാവണം എന്ന് പറഞ്ഞു. രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്നുള്ള സമീപനത്തിലും തിരുത്തലുണ്ടാവണമെന്ന് ഞാൻ പറഞ്ഞു. അതെന്താന്ന് ഞാൻ പറഞ്ഞില്ല. നിങ്ങളാരുമായിട്ടും അതിൽ താല്പര്യവുമല്ല. അത് തന്നെയാണ് കേന്ദ്ര പ്രശ്നം. രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്ന് ഇത് മൂന്നും ചേരുമ്പോൾ സമൂഹമാകെയായി. വിദ്യാർത്ഥികളും അധ്യാപകരും അല്ലാതെ ബാക്കിയെല്ലാവരും കൂടെ ചേരുമ്പം പലതരത്തിലുള്ള രക്ഷിതാക്കളാണ്. രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നുള്ള തെറ്റായ സമീപനം സ്വന്തം മക്കൾ എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളത് അവരുടെ അഭിരുചിയെ ആസ്പദമാക്കി അവർക്ക് കൂടി ജനാധിപത്യപരമായി പറയാനും തീരുമാനത്തിൽ പങ്കാളിയാകാനുമുള്ള അവസരം കുഞ്ഞുങ്ങൾക്ക് നിഷേധിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് കേരളത്തിലെ രക്ഷിതാക്കൾ ഇതുപോലെ ഓട്ടോക്രാറ്റിക്കും അതോറിറ്റേറിയനുമായിട്ടുള്ള രക്ഷിതാക്കൾ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മളങ്ങ് തീരുമാനിക്കുകയാണ്, എൻ്റെ മോനെ ഡോക്ടറാക്കണം, എൻ്റെ മോനെ എഞ്ചിനീയർ ആക്കണം, എൻ്റെ മോനെ കളക്ടറാക്കണം, എൻ്റെ മോനെ അല്ലെങ്കിൽ മകളെ CAക്ക് പഠിപ്പിച്ച്, അതാണ് വലിയ വരുമാനമുള്ള, പലർക്കും അറിഞ്ഞുകൂടാ, അത് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആക്കണം. ഇങ്ങനെ രക്ഷിതാക്കൾ അങ്ങ് തീരുമാനിക്കുകയാണ്. ചിലയിടത്ത് അമ്മാവന്മാരാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇതും തിരുത്തപ്പെടേണ്ടതാണ്. നമ്മുടെ വിദ്യാഭ്യാസം നേരെയാകണമെങ്കിൽ വിദ്യാർത്ഥികൾ അവർക്ക് അവരുടെ ഉത്തരവാദിത്വം, പലർക്കും ചരിത്രത്തിൽ നിഷേധിക്കപ്പെട്ടതാണ് പഠിക്കാനുള്ള അവകാശം, അത് ലഭിച്ചിരിക്കുന്നു. അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയാണോ നമ്മൾ അത് ഉപയോഗപ്പെടുത്തുന്നത്? ഞാനായിരുന്നു എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ. ഞാൻ പഠിച്ച കാലത്ത് സ്വയംപ്രശ്നമായിട്ട് ഞാൻ പറയുകയാണ്, കുറച്ചും കൂടെയൊക്കെ ഗൗരവത്തിൽ ഞാൻ പഠിക്കണമായിരുന്നു. അതിൻ്റെ കുറവ് ഇപ്പോൾ നിങ്ങൾ കാണാനുണ്ട് എന്ന് നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടാവും. അത് ശരിയാണ്. അധ്യാപകരുടെ ജോലി ഒരു സമൂഹത്തെ നിർമ്മിക്കലാണ് അധ്യാപകർ. ആ ഗൗരവം മനസ്സിലാക്കിയിട്ട് എത്ര അധ്യാപകർ ഇപ്പോൾ ഉണ്ട്? ആരുമില്ലെന്ന് ഞാൻ പറയുന്നില്ല. അതാ ഒരു മുൻ അധ്യാപകനൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ രക്ഷിതാക്കൾ കീ അതാണ്. ഇതിൽ നമ്മൾ ഒരു സമൂഹം എന്നുള്ള തരത്തിൽ കേരളം മാറാൻ തയ്യാറാകുമോ? അതാണ് കേരളത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മർമ്മപ്രധാനമായ ഒരു കാര്യം എന്നുള്ളത് രക്ഷിതാക്കളെ കൂടെ ബന്ധപ്പെടുത്തി വ്യക്തമാക്കണമല്ലോ. അത് വ്യക്തമാക്കാതെ ഞാനത് പ്രായക്കൂടുതലുകൊണ്ട് മറന്നുപോയി, നിങ്ങൾ മിണ്ടുന്നുമില്ല. കാര്യം അതെങ്ങാനും ചോദിച്ചിനി ഇങ്ങാര് വന്ന് വീണ്ടും നമ്മുടെ പുറത്തേക്ക് കയറിയാലോ എന്ന് കരുതിയാണ് നിങ്ങളത് ചോദിക്കാതിരുന്നത്. ഈ ഒരു പോയിന്റ് കൂടി വിശദീകരിച്ചുകൊണ്ട് നിങ്ങളുടെ അസാമാന്യമായ ക്ഷമാശക്തിയെ നമസ്കരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും. നമ്മുടെ 3 പ്രസംഗകരും സമയകൃത്യത പാലിച്ചുകൊണ്ട് ഈ സെഷൻ അനുവദിച്ച സമയത്തിനുള്ളിൽ തന്നെ ഈ സെഷൻ അവസാനിച്ചിരിക്കുന്നു. അതിനുള്ള സന്തോഷം, നന്ദി അറിയിച്ചുകൊണ്ട് ഔപചാരികമായ നന്ദി രേഖപ്പെടുത്തുന്നതിന് ഈ സ്മൃതിയുടെ പ്രധാന സംഘാടകരിൽ ഒരാളായ ശ്രീ സിയാവുദ്ദീനെ ക്ഷണിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ഈ 4ാമത്തെ സെഷൻ അവസാനിപ്പിക്കുമ്പോൾ വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് ഇവിടെ അവശേഷിക്കുന്നത്. ഇത് സംബന്ധിച്ച ഒരു വല്ലാത്ത ആകാംക്ഷ ഇതിൻ്റെ സംഘാടകരെന്ന നിലയിൽ ഞങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നതാണ്. പരിഹരിക്കാൻ പലപ്പോഴും ശ്രമിച്ചിട്ട് സാധിച്ചിട്ടില്ല. എങ്കിലും ഇന്നത്തെ ഈ സെഷൻ വളരെ ധന്യമായിരുന്നു. ഇതിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്ന എല്ലാവരും പങ്കെടുത്തു. നല്ല രീതിയിലുള്ള പ്രസൻറ്റേഷൻ നടന്നു. ഔപചാരികത പേരിൽ ഞാൻ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. പ്രത്യേകിച്ചും സഖാവ് ബേബി ഈ എംഎസ് സ്മൃതിയുടെ തുടക്കം മുതൽ എല്ലാ പരിപാടികളിലും എല്ലാ വർഷവും മന്ത്രിയായപ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ ഞങ്ങളോടൊപ്പം പങ്കെടുത്തിട്ടുള്ള ആളാണ്. ആ സഖാവിന് നന്ദി രേഖപ്പെടുത്തുന്നു. സഖാവ് ബാലഗോപാലിന് ഞാനിപ്പോൾ ചോദിച്ചു, എൻ്റെ ഓർമ്മയിലില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞില്ല, ഞാനിതിനു മുമ്പ് എംഎസ് സ്മൃതിയിൽ പങ്കെടുത്തിട്ടില്ല, നിങ്ങളിപ്പോൾ എന്നെ വിളിച്ചത് മന്ത്രി ആയതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു. മന്ത്രി അല്ലെങ്കിൽ വിളിക്കേണ്ടതാണ്. പക്ഷേ സഖാവിൻ്റെ വളരെ വിലപ്പെട്ട നമ്മളിപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങളെ
നമ്മുടെ സംസ്ഥാനം നേരിടുന്ന പ്രശ്നങ്ങൾ, നമ്മൾ ഓരോ വ്യക്തികളും ഈ സാമ്പത്തിക രംഗത്തിൽ ഇടാൻ പോകുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് നല്ല ഒരു പ്രസൻറ്റേഷൻ അവിടെ ഉണ്ടായിരുന്നത്. സഖാവ് എഴുതിയും തന്നിട്ടുണ്ട്. സഖാവിന് പ്രത്യേകമായി എംഎസ് സ്മൃതിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ശ്രീധർ ഫ്രണ്ട് ലൈനിൽ സ്ഥിരമായി എഴുതുകയും അദ്ദേഹത്തിൻ്റെ ഇതെല്ലാം വായിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഇന്ന് രാവിലെ ഞങ്ങൾ പരിചയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ LICയുമായി ബന്ധപ്പെട്ട പ്രസൻറ്റേഷനിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയ ഒരുപാട് കാര്യങ്ങൾ സ്വകാര്യ മേഖലയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇവിടെ അദ്ദേഹം അവതരിപ്പിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് പ്രത്യേകമായി EMS പേരിൽ നന്ദി പറയുന്നു. ഔപചാരികതയുടെ പേരിലാണെങ്കിൽ പോലും ഇതിൻ്റെ സംഘാടകരിൽ ഒരാളും കൂടിയായ കാവുമ്പായി ബാലകൃഷ്ണൻ അധ്യക്ഷന് നന്ദി രേഖപ്പെടുത്തുന്നു. അധ്യക്ഷനായിരുന്ന MK കണ്ണന് അത് രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഇന്നത്തെ പരിപാടി അവസാനിച്ചതായിട്ട് അറിയിക്കുന്നു. ഒരറിയിപ്പ് കൂടി, നാളെ രാവിലെ 9:30 മണിക്ക് തന്നെ നമ്മുടെ സെഷൻ തുടങ്ങും. ഇന്ന് രാവിലെ ഉള്ള കൺഫ്യൂഷനാണ് 1 മണിക്കൂർ നമ്മളെ താമസിപ്പിക്കാൻ കാരണമാക്കിയത്. നാളെ അതിന് വരാത്ത രീതിയിൽ എല്ലാവരും കൃത്യസമയത്ത് തന്നെ എത്തിയാൽ ടൈം ബൗണ്ടായി നമുക്ക് തീർക്കാൻ കഴിയും. എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.